ഭാരതത്തിൻ്റെ പ്രധാന അടയാളങ്ങളൊക്കെ ബുദ്ധമത അടയാളങ്ങളാണ്. അശോക സ്തംഭം, അശോക ചക്രം. നമുക്ക് ഹിന്ദു ഇത്രയും ജനങ്ങളുണ്ടായിട്ട് എന്തുകൊണ്ട് അത് എടുക്കാണ്ടിരുന്നത്? പാകിസ്ഥാനെതിരെ താലിബാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ താലിബാൻ നമുക്ക് സൂപ്പറാണ്. അവിടെ സ്ത്രീകളെ വെളിയിൽ കാണിക്കൽ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ല അവിടെ വിഷയം. നമ്മുടെ രാജ്യത്തിൽ എന്താണ് ആവശ്യം? അവരൊക്കെ നമ്മുടെ കൂടെ നിൽക്കണവരൊക്കെ നമുക്ക് ആവശ്യം. ചാണക്യതന്ത്രം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഈ മുരുക നമ്മൾ വേൾഡ് നമ്പർ 1 ആവണം. ആവണമെങ്കിൽ ദിടീർന്ന് ആവാൻ പറ്റില്ല. ഒരു സ്റ്റെപ്പ് ഉണ്ടാവില്ല. അതിന് ചില പ്രോസസ്സിങ് പീരീഡ് ഉണ്ട്. ഒരു കാലത്ത് ഏഷ്യ ആയിരുന്നു, പിന്നെയാണ് അത് അങ്ങോട്ട് തിരിഞ്ഞു പോയത്. തിരിച്ചു വരുന്ന സമയമാണ്. ഏഷ്യൻ ടൈമിലേക്ക് പവർ ഷിഫ്റ്റ് ആവും. ഇന്ത്യ അതിൻ്റെ ഹെഡാവും ചെയ്യും. നമുക്ക് അഗനിസ്റ്റ് ആയിട്ട് നടക്കുന്നത്, നമ്മൾ തിരിച്ചടിക്കുന്നതായ സമയങ്ങളാണ് ഇനിയുള്ള സമയങ്ങൾ. അത് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പടയോട്ടവും. പലരും തമിഴ്നാട്ടിലെ സ്ഥലത്തുള്ള മഴയിൽ എങ്ങനെയാണ് ലോകം കൺട്രോൾ ചെയ്യാൻ ഇരിക്കണം ആളത് സർക്കാരിനല്ല. എന്താണ് ഇനി ഈ ഭരണാധികാരിയുടെ തുടർച്ച അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ, അതോ വേറെ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് ഈ എനർജി എടുക്കാൻ പറ്റുന്ന ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളൊക്കെ ഇന്ത്യ ഭരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാമാർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചരിത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തൊരു ചോദ്യം എനിക്കിപ്പോഴും മനസ്സിൽ വന്നിട്ടുള്ളതാണ്. ഈ മുരുകയുഗം നമ്മൾ പറയുന്ന സമയത്ത് തന്നെ കലിയുഗം എന്നൊരു ഒരു ഒരു സാധനം നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? കലിയെ കാണുന്നുണ്ട്. നമ്മൾ പലയിടത്തും വായിക്കാറുണ്ട് കലീനെ കാണപ്പെടുന്നതും, കലി പശുവിൻ്റെ 4ാമത്തെ കാലടിച്ച് മുറിക്കാൻ പോകുന്നത് ലാസ്റ്റ് കാണുന്നത്, അവിടെ സത്യം മാത്രം നിലനിൽക്കുകയും ദാനം, ദയ അതെല്ലാം നഷ്ടപ്പെടുന്നൊരവസ്ഥയിൽ നമ്മളിവിടെ കാണുന്നത് വളരെ മുരുകയുഗത്തിൽ കാണുന്നത് കംപ്ലീറ്റ് ഡിഫറെൻ്റാണ്. ഈ രണ്ട് യുഗങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു 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 കോൺഫ്ലിക്റ്റോ കണക്ഷൻസോ എവിടെയെങ്കിലും അങ്ങേക്ക് എടുത്ത് പറയാനുണ്ടെന്നോ? കലിയുഗത്തിന് ഉള്ളിലുള്ള ഷിഫ്റ്റിംഗ് ആണ് മുരുകയുഗം. ഓക്കെ, ഒരു ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ അതിന് ടോട്ടൽ അതായിട്ട് ബന്ധം ഉണ്ടാവുന്നില്ല. ആ ഒരു 1500 വർഷം വളരെ ഡിഫറെൻ്റ് ആണ്. ഷിഫ്റ്റിംഗ് അത് അതിൻ്റെ ഉള്ളിലുള്ള ഷിഫ്റ്റ്. അത് കഴിഞ്ഞ് ചിലപ്പോൾ തിരിച്ച് വേറെ വരാം. അതെനിക്ക് കൂടുതൽ അറിയില്ല. അതെ, ഇപ്പോഴത്തെ നിർദ്ദേശം അനുസരിച്ച് ഇതിനുള്ളിലുള്ള ഒരു ഷിഫ്റ്റിംഗ് മാത്രമാണ് അത്. അപ്പോൾ ആ ഷിഫ്റ്റിങ്ങിന് അതിൻ്റെതായ സ്വഭാവം ഇമ്പോർട്ടൻസ് ഉണ്ടാവും. കാര്യങ്ങളുണ്ടാവും. ഈ ഷിഫ്റ്റ് മുന്നോട്ട് പോകുന്ന കലിയുഗത്തിൽ പല മാറ്റങ്ങളും മാറ്റം വരുത്താം. പിന്നെ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, അപ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെ ഇല്ലാത്ത ലോകം, പട്ടിണി ഇല്ലാത്ത ലോകം, അങ്ങനെ ഒരു ലോകം ഉണ്ടാവുന്നില്ല. ഒരു ഐഡിയൽ സിറ്റുവേഷൻ ഇല്ല, ഒരിക്കലും ജീവിതത്തിലില്ലല്ലോ. എന്താണ്ടായിരിക്കട്ടെ? ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലത്ത് ഉണ്ടായിട്ടില്ലേ യുദ്ധങ്ങൾ? ഉണ്ടായിട്ടില്ലേ? ശ്രീരാമഭവന്റെ കാലത്ത് യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ലേ? യുദ്ധങ്ങളില്ല. അങ്ങനെ ഒരു സമയത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഏതൊരു കാലത്തും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഒരു ഷിഫ്റ്റ്, ചരിത്രം മാറുമ്പോൾ, ഒരു എനർജി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഗുണം കിട്ടും. കുറേ പേർക്ക് ഗുണം കിട്ടും, കുറേ പേർക്ക് ഗുണം കിട്ടില്ല. അപ്പം ബ്രിട്ടൻ ഒരു കാലത്ത് ലോകം ഭരിക്കുമ്പോൾ ഇന്ത്യക്ക് വല്ല ഗുണം ഉണ്ടായിരുന്നോ? ഇവിടെ ലൂട്ട് ചെയ്ത് എല്ലായിടത്തോണ്ടും പോയില്ലേ? അമേരിക്ക ലോകം ഭരിച്ചപ്പോൾ ഇന്ത്യക്ക് വല്ല ഗുണമുണ്ട്? ഒരു സൈഡിൽ അമേരിക്കക്കാർക്ക് ഗുണമില്ലേ? ബ്രിട്ടൻ ആ സമയത്ത് ബ്രിട്ടൻകാർക്ക് ഗുണമില്ലേ? അപ്പോൾ ചരിത്രം എങ്ങനെയാണ്? എല്ലാവർക്കും എല്ലാം നല്ലത് കിട്ടേണ്ട സമയം ഉണ്ടാവില്ല. ഈ സമയം നമുക്ക് നല്ലതാണ്. അതൊക്കെ തൽക്കാലം മാറ്റി വെച്ചിട്ട് ഇപ്പൊ നമുക്ക് നല്ലത് കിട്ടും. കാരണം നമുക്ക് ദോഷമുള്ള സമയം, നമുക്ക് പൊട്ടയിലെ കാലത്ത് ഇവരൊന്നും അയ്യോ പാവം നമ്മള് ഒപ്പം വന്നിരുത്ത് എന്ന് പറഞ്ഞിട്ട് ഇരുത്തൊന്നുമില്ല. നമ്മൾ നല്ലതാകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നിൽക്കുക. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളെ കുറിച്ചിട്ടല്ല അന്വേഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ലോകസംസ്ഥയൊക്കെ നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കുക. ലോകത്തിൻ്റെ അവസ്ഥ അതാണ്. വിരുന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചോറ് ഉണ്ടാവണം. അവിടെ തത്വമൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇനി നമ്മൾ ഈ RICയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ലോകത്തിലെ ഏറ്റവും ജനങ്ങൾ താമസിക്കുന്ന 2 രാജ്യങ്ങളാണ് ഇന്ത്യ, ചൈന. മേ ബി ഇന്ത്യ ആ കാര്യത്തിൽ വളരെ മുന്നോട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ. അങ്ങയുടെ പല അങ്ങയുടെ പ്രവചനങ്ങളിൽ നിന്ന് ഞാൻ പറയുന്നില്ല, അങ്ങ് പറഞ്ഞ സത്യങ്ങൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ഡോളേഴ്സിനായിട്ട് നമ്മൾ തൊടുന്ന അവിടെ നിന്നാണ് പല അനാവശ്യമായ കോൺഫ്ലിക്ട്സ് വരുന്നതും വാശിയേറിയ സംസാരങ്ങൾ വരുന്നതും. അതിന് പറ്റുന്ന ഒരു ലീഡർ അവിടെ വരികയും, അല്ലേ? ഒരു സെൻസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത് വളരെ കോൺട്രവേഴ്ഷ്യൽ സെൻറ്റൻസ് ആണ്. അല്ലാത്തൊരു ലീഡർ അവിടെ വരികയും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾ ഈ ഭാഗത്ത് വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ 3 രാജ്യങ്ങളും വളരെ ഈ റഷ്യ, ഇന്ത്യ, ചൈന 3 വളരെ സ്ട്രോങ്ങസ്റ്റ് കൺട്രീസാണ്, അല്ലേ? ആ കാര്യത്തിൽ സ്വന്തമായ ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാരാണ്, വലിയ ജനസംഖ്യയുള്ള ആൾക്കാരാണ്, വലിയ മാർക്കറ്റുമാണ്. ഈ ഒരുമ നാളെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുത്തുമോ? 1. 2, നാളൊരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇവർ ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ചേരി, ഇന്ന് ചിലപ്പോൾ 2-3 കാര്യങ്ങൾ ഒരുമിച്ചാവാം, നാളെ അതൊരു വലിയൊരു
ശരിക്കും വലിയ റിസ്ക് അല്ലേ അത്? ശരിക്കും ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണത്. അതിൽ മെയിനായിട്ട് റഷ്യനാരും ചോദിക്കല്ല, അല്ല. ചൈന തന്നെയാണ് ചോദിക്കുന്നത്. ചോദിക്കാൻ പറ്റുമോ? റഷ്യ പിന്നെ ആരും അങ്ങനെ അതെ അതെ, ഒരു സ്റ്റാൻഡുള്ള രാജ്യമാണ് റഷ്യ. നമ്മൾ ലോജിക്കാതെ വെച്ചാൽ ഈ ചോദ്യങ്ങളൊക്കെ പ്രസക്തിയുണ്ട് ഉം. ആലോചിച്ച്. ഉം. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് ഈ മുരുകയുഗത്തിൽ നമ്മൾ വേൾഡ് നമ്പർ 1 ആവണം. ആ ആവണമെങ്കിൽ ദിടീർന്ന് ആവാൻ പറ്റില്ല, ഒരു സ്റ്റെപ്പ് ഉണ്ടാവില്ല. അതിന് ചില പ്രോസസ്സിങ് പീരീഡ് ഉണ്ട്. ആ പ്രോസസ്സിങ് പീരീഡിൽ നമ്മൾ ആലോചിച്ചറിയാം, നമ്മൾ തുടങ്ങുന്നത് ഗ്രീൻജി ടൈം ടൗൺ മയൂര സിംഹാസനം ഭഗവാൻ ശരിക്കും അതൊരു സ്റ്റെപ്പായിട്ട് വെച്ചിട്ടുണ്ട്. അതെന്തിനു വെക്കണു? നമ്മുടെ 0 ടൈംസ് കൊണ്ട് ഗ്രീനേജിൻ്റെ എനർജി അവിടുത്തെ നിന്ന് മാറി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഭാരതത്തെ തുടക്കം. 0 വേണം എല്ലാം ആരംഭിക്കാൻ. 0ൻ്റെ എനർജി എടുത്താലും ആരംഭിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കാർ സ്റ്റാർട്ട് ചെയ്താലും എല്ലാം ചെയ്യുമ്പോൾ എല്ലാത്തിനും 0ൻ്റെ ഒരു എനർജി എടുത്താലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആദ്യം അത് വെച്ച്. സെക്കൻഡ് സ്വിറ്റ്സർലൻഡിൽ വെപ്പിച്ചു, ഇന്ത്യൻ റുപ്പീസിന് പവർഫുള്ളാണ്. തേർഡ് നമ്മുടെ നിധികൾ കിട്ടാൻ വേണ്ടി ചെയ്ത്. ഫോർത്ത് നമ്മൾ പാർലമെൻറ്റിൽ വെച്ച്. അപ്പോൾ ബിൽഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഫിഫ്ത്തിലേക്ക് വരുമ്പോൾ ഉജ്ജയിൻ യാഗത്തിൽ വരുമ്പോഴാണ് ഡോക്ടർ അംബേദ്കറിൻ്റെ ഇന്ത്യ സേനയ്ക്ക് വേണ്ടി ചെയ്യണത്. അടുത്ത സേന പവർഫുള്ളാണ്. അടുത്തത് നമ്മൾ വീണ്ടും വരുമ്പോഴാണ് യിങ് യാങ് യാഗം. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത അത് വരുന്നത്. അഗ്നിയാഗത്തിൽ നമ്മൾ ഇന്ത്യൻ ഡീപ് സ്റ്റേറ്റായിട്ട് ലോകം ഭരിക്കുന്ന ഇതിലേക്ക് വരാം. അത് പിന്നത്തെയാണ് അടുത്ത ടൈം എന്നുള്ള പറഞ്ഞ യാഗം വരും. അപ്പോൾ ഇത് ഈ സ്റ്റെപ്പായിട്ട് വെച്ച് വരുന്ന ഒരു സ്റ്റെപ്പാണ് ഇന്ത്യയും ചൈനയും റഷ്യ എന്നുള്ള ബന്ധം. ആ ബന്ധം വന്നാൽ മാത്രം ഇപ്പം ലോകം ഭരിക്കുന്ന പടിഞ്ഞാറിനെ തള്ളി പവർഫുൾ ആവാൻ പറ്റുള്ളൂ. ആ പവർഫുള്ളായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എത്തുമ്പോൾ നമുക്ക് ഇത് ആവശ്യമില്ലാന്ന് തോന്നി ഭഗവത് വിട്ടിട്ട് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. ഇത് ഓരോ സ്റ്റെപ്പിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഇത് കാലങ്ങളോളം വന്നു നിന്ന് പവിത്രമായിട്ടുള്ളൊരു സംഭവമായിട്ടൊന്നും കാണണ്ട. ഇപ്പം ആവശ്യം ഒരു കൊളാബറേഷൻ ആവശ്യമാണ്. അത് ഒരു ശക്തിയെ തകർക്കണമെങ്കിൽ ഇങ്ങനൊരു സംഭവം വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഒരുമിക്കാണ്. നാളെ ആ ശക്തിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശക്തരാകുമ്പോൾ നമുക്കിതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് ചിലപ്പോൾ ഭഗവാൻ ഒഴിവാക്കും. പക്ഷേ ഇപ്പോൾ ആവശ്യം അതാണ്. പിന്നെ ഇന്ത്യൻ ചെയ്യുന്ന നമ്മൾ ആ സ്പിരിച്വൽ പവർഫുൾ ചാണാക്യ തന്ത്രം തന്നെയാണ്. അതാണ്. അവിടെയാണത് ഫുള്ളോ ഏത് സാധനം വരുമ്പോൾ അവിടെയാണത് നമ്മൾ എന്താ പറയുക, സമാധാനം തത്വം ഇല്ലല്ലോ. നമ്മൾ ഏതാണ് നമുക്ക് ആവശ്യം അത് ചെയ്യുക. അതാണ് ചാണക്യൻ്റെ തന്ത്രം. ഇല്ല, അവിടെയാണ്. അപ്പോൾ ഇവിടെ ആവശ്യം അതാണ്. ഇപ്പോൾ നമുക്ക് ഡീപ് സ്റ്റേറ്റ് തകർക്കണമെങ്കിൽ ഈ 3 സ്ഥലത്ത് ഡീപ് സ്റ്റേറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചൈനയിൽ കയറിയിട്ട് ഡീപ് സ്റ്റേറ്റിന് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടോ? റഷ്യയിൽ കയറിയിട്ട് ഡീപ് സ്റ്റേറ്റിന് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇന്ത്യയിൽ കയറിയിട്ട് ശ്രമിച്ചിട്ടും പറ്റില്ല. ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എവിടെ അത്രയും ശ്രമിക്കണ്ടാവില്ല. ചൈനയിലൊന്നും ഒന്നും അടുപ്പിക്കണ്ടാവില്ല. റഷ്യയിലും അടുപ്പിക്കണ്ടാവില്ല. ഇവിടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ഭഗവാൻ അനുഗ്രഹത്തിൽ പവർഫുള്ളാണ്. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് തൊടാൻ പറ്റാത്ത 3 മണ്ണ്, ഈ മണ്ണ് 3 പേരും ഒരുമിച്ചാൽ മാത്രമേ ഡീപ് സ്റ്റേറ്റിനെ തകർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഡീപ് സ്റ്റേറ്റിൽ ഇപ്പോഴത്തെ ടോപ്പ് പോയി, പിന്നത്തെ കാര്യമില്ല. അത് അപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഇപ്പം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ പ്രസൻറ്റിൽ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇതാണ് ആവശ്യം. ഈ പവറാണ് ആവശ്യം. ഈ പവർ തന്നെ ഡീപ് സ്റ്റേറ്റ് തകർത്ത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ ഭഗവാൻ അത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അദ്ദേഹം ഐഡിയ വെച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താ? ഭാരതം നമ്പർ 1. അതിനനുസരിച്ച് നോക്കാം. ബാക്കിയൊക്കെ പിന്നെ അവിടെ എന്താ പറയുക, തത്വം വകുപ്പൊന്നുമില്ല, തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. തന്ത്രങ്ങൾ അദ്ദേഹം ചെറിയ ആളല്ല, ദേവസേനാപതിയാണ്. നേരത്തെ പറഞ്ഞ ഡീൽ വിത്ത് ദേവസേന. അപ്പം അദ്ദേഹത്തിന് ആ തന്ത്രങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുക. ആ തന്ത്രങ്ങളുടെ ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ബന്ധം ചിലപ്പോൾ ഇത് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുമായിരിക്കും. അല്ലെങ്കിൽ ആ സമയത്ത് ഭാരതത്തിന് ഏതാണ് സൂപ്പർ പവർ ആവുക, എന്താണ് ആവശ്യം, ആ സംഭവം ഭഗവാൻ നടത്തും. ഓക്കെ, ഇതിൽ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പം നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് പലതും കാണുന്ന ഒരു കാര്യത്തിൽ ഇസ്രയേൽ എന്നുള്ളൊരു കൺട്രി ഇതേപോലെ വളരെ സ്മോളസ്റ്റ് കൺട്രിയാണ്. പക്ഷെ അവരെടുക്കുന്ന പല സ്റ്റെപ്പുകളും ധീരതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് അത്രയും വേണോ എന്നൊക്കെ ചോദിക്കുന്ന ചില സമയങ്ങളുണ്ടാവാം. ഓരോരുത്തർക്ക് സ്വന്തമായ അഭിപ്രായങ്ങളാണ്. ആ ഒരു കൺട്രിക്ക് എന്തെങ്കിലും റോള് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ ഇവിടെ? എനിത്തിങ്. ഇസ്രയേൽ എന്ന കൺട്രി ഏഷ്യയിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഏഷ്യയുടെ ഇതാണ് ഒരു പെരിഫറൽ. ഏഷ്യയിലാണ് ആ രാജ്യം ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഏഷ്യയുടെ പ്രത്യേകത പടിഞ്ഞാറെന്ന്. പക്ഷെ അതിൻ്റെ കൂടെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടിയിട്ടില്ല. അത് കാരണം ഞാൻ ഒരു കണക്ഷനും ഒന്നും കിട്ടിയിട്ടില്ല. അത് കാരണം ഞാനൊന്നും മിണ്ടാണ്ടിരിക്കണം. പലരും ചോദിക്കണം ചോദ്യം അത്. പക്ഷെ അതിനെ കുറിച്ചിട്ട് ഒരു
ഒരു മെസ്സേജ് എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെപ്പറ്റി പറയാറില്ല. പറയാറില്ല. നമ്മളത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആക്ഷൻസ് നടക്കുന്നുണ്ടല്ലോ. വാച്ച് ചെയ്തിട്ട് പിന്നെ അവരുടെ പഴയ കാര്യങ്ങൾ നമ്മൾ കുറേ സിനിമകളൊക്കെ കാണുന്ന ആളായ അതെ, അതെ. മറ്റേ ഈ ദമീൻ്റെ നാട്ടിൽ പോയിട്ട് ഫ്ലൈറ്റ് മസാദ് കൊണ്ടുവരേണ്ട സിനിമ. Yes. അത് പേര് പറഞ്ഞ ഉഗ്രം നമുക്കത് കാണുമ്പോൾ അത്ഭുതം തോന്നും. പിന്നെ ജർമ്മനിയിൽ നിന്ന് അർജന്റീനയിൽ ഹെയ്ക്മാൻ അങ്ങനെ ഓടിപ്പോയി ഒളിച്ചിരുന്ന ഹിറ്റ്ലറുടെ അനുയായിനെ പിടിച്ചോണ്ട് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ പിന്നെ മ്യൂണിക് എന്ന് പറഞ്ഞ പടം. അങ്ങനെ നമ്മളത് അങ്ങനെ പക്ഷെ കാണുമ്പോൾ ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ല. നമുക്ക് സ്പിരിച്വൽ കണക്ഷൻ, നമുക്ക് ഭഗവാന്റെ ഡയറക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അതിന് ബന്ധപ്പെട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം തീരെ. പക്ഷെ അവർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടാവാം അല്ലേ മുന്നോട്ട്, നമുക്കറിയില്ല. അറിയില്ല. ഒന്നും അറിയാണ്ട് നമ്മൾ ഏത് രീതിയിലാണെന്ന് അറിയാത്ത കാരണമാണ് ഞാൻ പിന്നെ ഇപ്പോൾ നമ്മൾ ഡോളറിനായിട്ടുള്ള കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ഇന്ത്യൻ റുപ്പിയിലാണ് പല രാജ്യങ്ങളായിട്ട് ഇപ്പോൾ ഇന്ത്യ സംവദിക്കാൻ ശ്രമിക്കുന്നത്. UPI എന്നുള്ള കോൺസെപ്റ്റ് രാജ്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നു നമ്മളുടെ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ചൈനീസ് എക്കോണമി, നമ്മൾ പല സാധനങ്ങളെയും ഇന്നും നമ്മൾ എനിക്ക് തോന്നുന്നു പലതിനും നമ്മൾ ആശ്രയിക്കുന്നത് ചൈന എന്നുള്ളതാണ്. അപ്പോൾ അവർക്കും അത് വ്യാപാരം തന്നെയാണ്. അപ്പോൾ ഈ വർഷത്തിലാണ് നമ്മളിപ്പോൾ ഈ ബോർഡേഴ്സൊക്കെ കുറച്ചും കൂടി ഈസിനെസ് വന്നത്, അല്ലേ, കുറച്ചും കൂടി ഈസിനെസ്സായി വന്നു. ഇത് ഒരു ആത്മീയ പാതയ്ക്കുള്ള പുതിയൊരു തുടക്കമാണ്. അപ്പോൾ താവമതത്തിൻ്റെ കാര്യമൊക്കെ എപ്പോഴും അങ്ങ് പറയാറുള്ളതാണ്. അപ്പം ഒരു ആത്മീയത കുറച്ചു കാലം 2000-ന് ശേഷം കുറച്ചു കാലം ബ്ലോക്കാണ്, അല്ലെ, അങ്ങോട്ട് വല്ലാണ്ടുള്ള യാത്രകളൊക്കെ കുറഞ്ഞു. പക്ഷെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് അതിന് ഷെഡ്യൂൾ ചെയ്ത് പോകാനും ഒക്കെ അനുവദിക്കുന്ന രീതിയിലേക്ക്, അല്ലെ, കൈലാസ യാത്രയൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്. അപ്പം ഈ ഒരു സ്പിരിച്വൽ എക്സ്ചേഞ്ച് അവർ രണ്ട് രാജ്യം തമ്മിലുള്ള സാമ്പത്തിക എക്സ്ചേഞ്ചിന് രണ്ടും ഒരേപോലെ നടക്കുമോ? തീർച്ചയായും. കാരണം 2000 ശേഷമല്ല, അതിന് മുമ്പ് ഞാൻ പറഞ്ഞ സ്പിരിച്വൽ ഇത് എന്നൊക്കെ പറയുമ്പോൾ അത് കുറേ വർഷം മുന്നുള്ളതാണ്. മുമ്പുള്ളതാണ്. അത് അന്ന് കൊടുക്കൽ വാങ്ങൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എത്രയോ സന്യാസിമാർ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാംസ്കാരികമായിട്ട് ഭയങ്കര ഒരു ബന്ധമുള്ള രണ്ട് വലിയ ഗുരുക്കന്മാർ ഇവിടെ നിന്നാണ്. അതെ. അത് എന്താ ബോധിധർ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവിടുന്ന് വന്നിട്ടുണ്ട്. നമ്മൾ കുയാൻ സാഗിനെ പോലത്തെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ ചീനഭരണി എന്നൊക്കെ അവിടുന്ന് വന്നിട്ടുള്ള എത്രയോ സാധനങ്ങൾ ആ കാലത്ത് നമ്മുടെ വീടിന്റെ ഷേപ്പ് പോലും ഓടിട്ട് വീടിന്റെ ഷേപ്പ് ഒക്കെ അവിടുന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഭയങ്കരമായിട്ടൊരു സ്പിരിച്വലായിട്ടുള്ള സാംസ്കാരികമായിട്ട് കൊടുക്കൽ വാങ്ങൽ ഭയങ്കര സ്ട്രോങ് ആണ്. ശരിക്കും ഇന്ത്യൻ ചൈനയാണ് ശരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് സാധനം. രണ്ട് പവർഫുൾ കൺട്രിയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ലോകം ഭരിക്കുമോ അവർ. അപ്പോൾ പിന്നെ ഉണ്ടായിട്ടുള്ളത് ഈ അടുത്തുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൊണ്ട് അതൊക്കെ അടഞ്ഞു പോയത്. അത് ഭഗവാൻ ഈ മുരുകത്തിൽ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടുള്ളൊരു ബന്ധം സ്ട്രോങ് ആകും. ഇപ്പോൾ അത് അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഇത് അത്യാവശ്യമാണ്. അത് ഫ്യൂച്ചറിൽ എങ്ങനെയാണ് ഭഗവാൻ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഇതാണ് ആവശ്യം. ഇന്ത്യ, ചൈന, റഷ്യയാണ് ആവശ്യം. അതാണ് ഭാരതത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഉയരണമെങ്കിൽ ഇത് സ്ട്രോങ് ആവണം. അപ്പോൾ ഭഗവാൻ അതിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കുറേ പേര് പറയുമ്പോൾ അത് ഞാൻ പറയണതല്ല, അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ അങ്ങനെയാണ്. ഭാരതത്തിൽ ഇപ്പോൾ ഏറ്റവും ആവശ്യം, ഞാൻ അതുകൊണ്ടാണ് പറയണം, കുറേ ആൾക്കാർ ഉണ്ട് ഇത് ശരിയാവുമെന്ന്. അവർക്ക് സംശയം മാറ്റാനാണ് പറയണത്. ഇതാണ് ഇപ്പോൾ ഭാരതത്തിന് ഏറ്റവും ബെസ്റ്റ്. ഈ ഡീപ് സ്റ്റേറ്റ് തകർക്കാൻ അമേരിക്കനെ ഒന്നാം സ്ഥലത്ത് മാറ്റി നിർത്തി നമ്മൾ കയറണമെങ്കിൽ ഇത് നടന്നേ പറ്റുള്ളൂ. ഇത് നടക്കും ചെയ്യും. ഭവൻ തന്നെ വാച്ചിൻ്റെ അതിനുള്ള മൂവ്മെൻ്റാണ് നടക്കണം. എപ്പോഴും അടുത്തത് തോന്നും വോയിസ് ഓഫ് മുരുകൻ എന്നുള്ള കോൺസെപ്റ്റിലേക്കാണ് അങ്ങ്, കാരണം അവിടെ നിന്നുള്ളത് ശബ്ദം അങ്ങ് പറയുന്നു. ഇപ്പോൾ ഈ ഡോളർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പം പെട്രോളിയം അല്ലെങ്കിൽ ഒരുപാട് ധാതു, അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ എന്തുകൊണ്ട് അത് ആദ്യം കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പുറത്തേക്ക് വരുന്നത്, അല്ലേ. 2021 നമ്മുടെ സ്കന്ദമാരുത മഹായാഗം നടത്തുന്നത്. അപ്പോഴാണ് ഭഗവാന്റെ ഡയറക്ഷനിൽ പറഞ്ഞത് നമ്മുടെ ചന്ദ്രഗുപ്ത വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കാലത്തെ പോലെ ഭാരത സമ്പൽ സമൃദ്ധിയാവണം. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അന്ന് അറേബ്യ വരെ നീണ്ടിരിക്കണം സാമ്രാജ്യം. അതേപോലെ സാമ്പത്തിക ഉയരണം. അത് ഭൂമിക്കടിയിൽ നിന്ന് നിധികൾ കിട്ടി ഭാരതം സമ്പൽ സമൃദ്ധിയാണ്. 2021 പറയുന്നതിന് ശേഷമുള്ള നമുക്ക് എത്ര ന്യൂസ്, സ്വർണം, ഓയില്, ലിഥിയം, കോബാൾട്ട്, ഇതുപോലെ എന്താ പറയുക, തുടർച്ചയായിട്ട് നമുക്ക് ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം മുരുകയുഗമാണ്. നടന്നേ പറ്റൂ. ചൈന ഇന്ത്യ ബോർഡറിൽ തന്നെ ഒരുപാട് ഡെപ്പോസിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഇനി ഇപ്പം നമ്മൾ സംസാരിക്കണില്ല, ഇനി എത്ര ന്യൂസുകൾ വന്നുകൊണ്ടേയിരിക്കും. അത് ഇങ്ങനെ കിട്ടി ഭാരതം അതിൻ്റെ ഒരു എന്താ പറയുക
പീക്കിലേക്ക് യാത്രയിലാണ് അതിങ്ങനെ കിട്ടുകൊണ്ടിരിക്കും അവസാനിച്ചിട്ട്. അത് ഇനി എത്ര വാർത്തകൾ വരും. അത് ഒരു വലിയ അത്ഭുതമായിട്ട് മാറട്ടെ. അടുത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഈ ബുദ്ധൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലേ, എല്ലായിടത്തും ആ ഒരു നമ്മൾ പറയില്ലേ ഭഗവാൻ തേരി ചായ എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഒരു ആ ഭഗവാന്റെ മായ പോലെയാണ് എല്ലായിടത്തും ഒരു ബുദ്ധൻ്റെ കണക്ഷൻ ഉണ്ടല്ലോ എന്തിലും. എന്നാൽ നമ്മൾ ആരും തന്നെ ഈ ഇന്ത്യയിൽ അങ്ങനെയുള്ളൊരു വളരെ കുറച്ച് പേരല്ലേ അത് ഫോളോ ചെയ്യുന്നുള്ളൂ. അതെന്താണ് എവിടെയും ബുദ്ധൻ്റെ ഒരു കണക്ഷൻ വരുന്നത്? നമ്മൾ ചെയ്യുന്നത് എന്ത് കാര്യത്തിലൊരു ബുദ്ധൻ്റെ കണക്ഷൻ വരുന്നുണ്ട്. അത് ഒരു മനോഹരമായി ഒരു തുടർച്ച ഞാൻ പറയാം. മുരുകന്റെ സ്ഥലം കുമാരിക ഉണ്ടോ? അതെ, അത് നമ്മള് കന്യാകുമാരി ആഫ്രിക്ക തുടങ്ങി കന്യാകുമാരി കന്യാകുമാരി, ഇപ്പോഴത്തെ ആഫ്രിക്ക, ഓസ്ട്രേലിയ, പിന്നെ ജപ്പാൻ വരെ. മഡഗാസ്കർ വരെ. അത് ഈ ആഫ്രിക്ക സൈഡ്. അടുത്ത ജപ്പാൻ വരെ നീണ്ടിക്കണം. അത് എല്ലാ അടിയിൽ പോയിട്ട് കഷ്ണങ്ങളാണ് ജപ്പാൻ, കൊറിയ. ബുക്ക് വായിക്കുന്നവർക്ക് കൃത്യത അറിയാം. അപ്പൊ ആ ഒരു കിഴക്ക് സൈഡിലേക്കാണ് ഭഗവാന്റെ സാമ്രാജ്യം. ബുദ്ധൻ സഞ്ചരിച്ച് ബുദ്ധ ജീവനോടല്ല, ബുദ്ധമതം സഞ്ചരിച്ച വഴികൾ നോക്കി. ഈ സൈഡാണ് സ്ട്രോങ്. ഈ സൈഡാണ് സ്ട്രോങ്. ലാവോസ്, സൗത്ത് കൊറിയ, ജപ്പാൻ, ചൈന, ആ സൈഡ്. ഈ സുഭാഷ് ചന്ദ്രബോസ് യാത്ര ചെയ്ത വഴികൾ നോക്കിക്ക്. അപ്പോൾ എന്തൊക്കെയോ തുടർച്ചകളും കണക്ഷനുകളും ഇതിലുണ്ട്. അപ്പോൾ അതിനൊരു കണ്ടിന്യൂഷൻ ആയിട്ട് വരും. അവിടെയാണ് വേറൊരു നമ്മൾ തുടർച്ച മനോഹരമായി കാണാന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യ ഡീപ് സ്റ്റേറ്റ് ആകുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടത് വരണം നമ്മുടെ അശോകന് 9 പേരാ. 9 പേര്. അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിക്കണ മുമ്പ് അദ്ദേഹത്തിന്റെ അറിവുകൾ 9 പേർക്കായിട്ട് ഭാഗിച്ചു കൊടുക്കും. ആ ഭാഗിച്ചു കൊടുത്ത 9 പേരും അവരെ പരമ്പരയായിട്ട് അത് സംരക്ഷിച്ചു കൊണ്ടുവന്നു ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വെച്ചു എന്നുള്ളൊരു തിയറി. ഇത് വളരെ ഗുപ്തമായിട്ടാണ്, പലതും നമുക്ക് അങ്ങനെ തിയറി ഉണ്ട്, ഒരു നിഗൂഢ തിയറി ഉണ്ട്. അത് ആ തിയറിയുടെ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ തൊട്ട് അവർ ആക്റ്റീവായി തുടങ്ങി. നമ്മൾ ഇൻഡിപെൻഡൻസ് ശേഷം ആധുനിക ഇന്ത്യയിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ എത്രയോ ഹിന്ദു ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമാണ്. ഹിന്ദു അടയാളങ്ങൾ ഉണ്ടായിട്ട് ഭാരതത്തിൻ്റെ പ്രധാന അടയാളങ്ങളൊക്കെ ബുദ്ധമത അടയാളങ്ങളാണ്. അശോക സ്തംഭം, അശോക ചക്രം. നമുക്ക് ഹിന്ദു ഇത്രയും ജനങ്ങളുണ്ടായിട്ട് എന്തുകൊണ്ട് അത് എടുക്കാണ്ടിരുന്നത്? അതിനുശേഷം നമ്മൾ 2 ആണവ പരീക്ഷണം നടത്തി. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ആണവ പരീക്ഷന്റെ പേര് ബുദ്ധൻ ചിരിക്കുന്നു. രണ്ടാമത്തെ ആണവ പരീക്ഷ ബുദ്ധ പൂർണിമയിലാണ്. ഒരാൾ ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോൾ ഒരാൾ വാജ്പേയി. രണ്ട് ഗവൺമെന്റാ, കോൺഗ്രസും BJP. അത് അതിലേക്ക് വന്നു ചേർന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പുതിയ പാർലമെന്റിന് മുമ്പിൽ അശോക സ്തംഭം വെച്ചു. അശോക സ്തംഭത്തിന്റെ മുഖം മാറ്റി, കുറച്ച് അത് ചിരിക്കുന്നതല്ല, ഗർജിക്കുന്ന സിംഹമായിട്ട് മാറി. അത് മോദിജി അറിയാണ്ട് വെച്ചതാവില്ല, കാരണം നമ്മളിത്. അപ്പോൾ ആ 9 പേരുടെ ഒരു പവർ കൂടി വരും. ഈ 9 പേരുടെ പവറിലാണ് ഇന്ത്യ ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറുക. ഈ 9 പല സ്ഥലങ്ങളിലാണ്. അശോകാന്റെ 9 പേര് അല്ലൊരു ചിലത് ഞാൻ സ്പിറ്റി വാലി പോയിട്ടാണ് എനിക്ക് അനുഭവം കിട്ടിയത്, അവരായിട്ടുള്ള കണക്ഷൻ കിട്ടിയത് സ്പിറ്റി വാലിയിൽ വെച്ചിട്ട്. അപ്പോൾ ഈ 9 പേര് അശോകനും 9 പേര് എന്താ പറയുക. ഇനി അതിന് രസമായിട്ടുള്ള വേറെ തുടർച്ച പറഞ്ഞുതരാം. വിക്രമാദിത്യനും നവപണ്ഡിതരാ, മുരുകപോലും നവവീരരും. നവപാഷാണത്തിലാണല്ലോ അത്. അപ്പൊ ഇതൊക്കെ ഇതൊന്നും വെറുതെ ഉണ്ടാവുന്ന കണക്ഷൻ അല്ല. നേരത്തെ പറഞ്ഞ കിഴക്കോട്ടുള്ള യാത്ര, ഇത് എൻ്റെ ഡ്യൂട്ടി മുഴുവൻ ഈ സൈഡാ. ഇനി ഒരിക്കലും യൂറോപ്പിലേക്ക് ഇനി യാത്ര ചെയ്യാൻ പറ്റില്ല. യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. അങ്ങനെ എൻ്റെ ഡ്യൂട്ടി അവിടെ വെച്ച് ഞാനത് ലെവലാക്കി വന്ന അറിഞ്ഞ് ഒരിക്കലും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അമേരിക്കക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. എൻ്റെ യാത്രകളൊക്കെ ഈ ഒരു ഏരിയയിൽ മാത്രമായിരിക്കും. അപ്പോൾ ഇതൊന്നും വെറുതെ നടക്കണമല്ല. അപ്പോൾ ഈ തുടർച്ചകളിലാണ് അങ്ങനെ നേരത്തെ ചോദിച്ച ബുദ്ധൻ്റെ അവരൊന്നും തമ്മിൽ പേഴ്സണലി ബന്ധമില്ല. ഏതോ കാലഘട്ടത്തിലുള്ള ആൾക്കാർ തമ്മിലൊക്കെ പറയുന്നത് നമ്മൾ വെച്ച് നോക്കിയാൽ ഡോട്ട് ചെയ്തിട്ട് അത് വരയ്ക്കുന്ന പോലെ വരയ്ക്കുമ്പോഴാണ് നമ്മൾ പിക്ചർ തെളിഞ്ഞു വരുന്നത്. നമ്മൾ ബുദ്ധഭഗവാന്റെ കാലം ഏതൊരു കാലഘട്ടമാണ്, സുഭാഷ് ചന്ദ്രബോസിന്റെ കാലം ഏതൊരു, അതിലെത്രയുമാണ് മുരുകന്റെ കാലം, വിക്രമാദിത്യ കാലം വേറെയാണ്, അശോക ചക്രവർത്തിയുടെ വേറെയാണ്. പക്ഷെ ഇതൊക്കെ ഡോട്ട് വരയ്ക്കുമ്പോൾ നമ്മളിതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഈ കണക്ഷനൊക്കെയാണ് ഈ ഇന്ത്യയോട് ഭയങ്കര പ്രതിപത്തിയുള്ള ഇപ്പോൾ ഓസ്ട്രേലിയ ആയാലും ഒക്കെ വളരെ എന്താ പറയുക, അവിടെ കുറേ അവിടുത്തെ കുറച്ച് വംശീയമായ ഇഷ്യൂസ് ഉണ്ടെങ്കിലും എപ്പോഴും ഇന്ത്യയോട് വളരെ ബോർജിയൻസ് ഉള്ള വിഭാഗം ഉണ്ടല്ലോ, അവര് തമിഴ് വാക്കുകളാണ് അവരുടെ ലാംഗ്വേജിൽ കുറേ. ഈ അടുത്തൊരാളായിട്ട് ഞാൻ കണ്ട് സംസാരിച്ചു, അവർ പറഞ്ഞു അവിടുത്തെ അവരുടെ വൈദ്യ ആയുർവേദം തന്നെയാണ്, ഭയങ്കര കണക്ഷൻ ഉണ്ട്. അതുപോലെ ഇപ്പൊ ഞാൻ ഇവിടുത്തെ പല വൃക്ഷങ്ങളും അവിടെ ഈസിയായിട്ട് വളരുന്നുണ്ട്. അതേമാതിരി ഇപ്പൊ നമ്മള് ഇവിടെ യസീദുകളുടെ കാര്യം പറഞ്ഞത്,
അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് യസീദുകളുടെ ഈ അടുത്ത അപ്പോൾ ഞാൻ പറഞ്ഞു യസീദുകൾ മുറിവാൻ്റെ മയിലിൻ്റെ മുകളിലുള്ള ഒരു മാലാഖയാണ്. ആ അതെ അതെ അത് വളരെ അത്ഭുതമായിട്ട് അല്ലേ. നമ്മൾ സംസാരിച്ചിരുന്നു മയിലിൻ്റെ മുകളിലെ മാലാഖയാണ് അവരെ അഗ്നിയാഗത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹം ഉണ്ടായത്. ആ. ഈ അടുത്ത അവരുടെ പ്രസ്താവന വന്നു, കാർത്തിക്സ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. കാർത്തിക്സ്ഥാൻ ആ വാക്ക് കേട്ടോ ഞാൻ സത്യത്തോട് ചെട്ടിപ്പോയി. അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലം പക്ഷെ അവിടെ മയിൽ പോലും ഇല്ല. മയിൽ അത് അങ്ങ് പറഞ്ഞു അവിടെ മയിൽ പോലും ഇല്ല. ഇറാഖ് സിറിയ സൈഡിലാണ് അവരുടെ സ്ഥലം. അവരാഗ്രഹിക്കുന്ന രാജ്യം തുർക്കി, ഇറാഖ്, സിറിയ അല്ല കുർദിഷ് മേഖലയിൽ കാർത്തിക്സ്ഥാൻ എന്ന് പറയുന്ന പേര് അവർക്ക് കണക്ഷൻ കിട്ടി. ഒരുപാട് കാർത്തിസ്ഥാനുമായിട്ടുള്ളൊരു ബന്ധമുണ്ടെന്നുള്ള കണക്ഷൻ കിട്ടി. അവർ പറഞ്ഞത് കാർത്തിസ്ഥാൻ എന്നുള്ള സ്ഥലം ഞങ്ങൾ ആഗ്രഹിക്കേണ്ടത്. ആലോചിച്ച് നോക്കി എത്ര വിളിക്കാന്ന് പറഞ്ഞ നമ്മളിത് പറയുമ്പോൾ അവരിത് സംസാരിച്ചിട്ടില്ല, അവർക്ക് അറിയണം കൂടി ഉണ്ടാവില്ല. പെട്ടെന്ന് അവർക്ക് ഒരു സാധനം കിട്ടി. ഞാൻ ഇപ്പോൾ അർമേനിയയിൽ പോകുന്നുണ്ട്. അർമേനിയയിൽ ഇവരുടെ അമ്പലത്തേക്ക് പോകുന്നുണ്ട്. ഞാനവിടെ പോയിട്ട് ഈ മാസം പോകും. ഈ മാസം പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ ഒരു കണക്ഷൻ ഒന്നും കൂടി വ്യവസായിച്ച് കണക്ട് ചെയ്തിട്ട് അതിനുശേഷം അഗ്നിയാകുന്ന സമയത്ത് അവരെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം. അപ്പോൾ വിട്ടുപോയ സംഭവങ്ങളൊക്കെ തിരിച്ചു വരണ ഇതാണ് ഈ മുരുകത്തിൽ. കാരണം അദ്ദേഹം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു ലൈനപ്പ് ചെയ്യണം. ആ ലൈനപ്പ് ചെയ്യുമ്പോഴാണ് രസം. അങ്ങ് എന്നെ വിളിച്ച സ്പിരിച്വൽ ആളായിട്ടാണ്. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ ജിയോ പൊളിറ്റിക്സാണ്. എക്സാക്ട്ലി വളരെ വേറിട്ടൊരു വിഷയമാണ്. അതിൻ്റെ മനോഹാരിത അവിടെയാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ സംസാരിക്കുന്ന ചരിത്രത്തെ കുറിച്ചാണ്, ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചാണ്, ദേശീയതയിലേക്ക് പൊളിറ്റിക്സിലേക്ക് കടന്നത്. അപ്പോൾ അവിടെയാണ് ഭഗവാന്റെ ആ ഒരു ഡിസൈൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഭഗവാൻ എല്ലാമാർക്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചരിത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറച്ച് ആൾക്കാർക്ക് മോശം കൊടുക്കാനാ അല്ല. അത് മോശം പ്രവർത്തിക്കുന്നല്ല. അത് ഓരോരുത്തർക്കും ഓരോ വഴിയുള്ള പോലെ അത് വലിയൊരു കാര്യം തന്നെയാണ്. അതേപോലെ ഇത് നമ്മളൊരു പേഴ്സണൽ ഇച്ഛേനേക്കാളും അല്ലെങ്കിൽ നമ്മളൊരു സ്വകാര്യമായുള്ള ആഗ്രഹത്തെക്കാളും നമ്മളൊരു വലിയൊരു സ്വപ്നത്തിൻ്റെ ഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്, ചരിത്രം നിർമ്മിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഡയറക്ഷൻ. മറ്റേത് ആരെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ്. നേരത്തെ അത് മോശമല്ല, അത് വലിയ കാര്യം തന്നെയാണ് ചെയ്യണത്. നമ്മൾ അതിൻ്റെ വേറൊരു സൈഡും കൂടെ ചെയ്യണം. പക്ഷെ അവിടെ അതിന് ബ്യൂട്ടി ഇതാണ്. നമ്മൾ സംസാരിക്കണതൊക്കെ ജിയോ പൊളിറ്റിക്സ് ആണെന്നുള്ളതാണ്. കാരണം എപ്പോഴും ഈ ഇൻ്റർവ്യൂ നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യമാണ് ആ ബുക്ക് വായിച്ചത്. പിന്നെ ഞാൻ പ്രിപ്പറേഷൻ ചെയ്യാറില്ല. കാരണം വെച്ചാൽ മുന്നിലുള്ള സാധനങ്ങൾ ചോദിക്കാൻ ഒത്തിരി ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അത് മാത്രം. അടുത്തൊരു ചോദ്യം, ഈ ജിയോഗ്രഫിക്കലായിട്ടുള്ള ഒരു കണക്ഷനും അതിലുണ്ടാവുന്നൊരു ആത്മീയത കണക്ഷനൊക്കെ അങ്ങ് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് പല സ്ഥലങ്ങളിലെ ഇൻ്റർവ്യൂസ് നടക്കുന്നത് കൊണ്ട് അങ്ങേ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അത് വളരെ ഈസിയായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ അങ്ങയുടെ ബുക്ക് വായിച്ച ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അല്ലാത്തൊരു സമയത്ത് ഇതിനൊന്ന് കണക്ട് ചെയ്തിട്ട് അടുത്തൊരു ബുക്ക് വരുന്നുണ്ടോ? ബുക്ക് നമ്മൾ എഴുതാൻ പോകുന്നുണ്ട്. നമ്മൾ യുഗപ്പിറവിക്ക് മുമ്പിൽ നിന്നാണ് നമ്മുടെ പുസ്തകത്തിൻ്റെ പേര്. ഇതിപ്പോൾ 13ാമത്തെ 2022 ഡിസംബറിലാണ് ഇറക്കിയത്. 13 ലക്കായി. 13 ലക്കായി. അത് ഭയങ്കര നല്ല ഒരു കോപ്പി 1000. അപ്പോൾ 13ാമത്തെ അതെ. അപ്പോൾ അത് ഒരുപാട് പേര് വായിച്ചിട്ടുണ്ട്. നമുക്കറിയില്ല, ലാലേട്ടനെ പോലെ ഈ നമ്പേഴ്സ് ഭയങ്കര കണക്ഷനല്ലേ. 12,000 വർഷങ്ങൾക്ക് മുന്നെയാണ് ആ പ്രളയം ഉണ്ടാവുന്നതും അല്ലേ. ആ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് കാണുന്ന അത് നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പ്രളയത്തിന് ശേഷമുള്ള അറിവുകളുള്ളൂ. അതെ, അതിനു മുമ്പുള്ള അറിവുകളൊക്കെ നമുക്ക് മിസ്ഡാണ്. ആ മിസ്സിങ് ഉള്ളത് കൊണ്ടാണ് നമ്മളിതൊക്കെ ആദ്യം തൊട്ട് ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത്ര ആൾക്കാർ ഇതിൽ രസം എന്ന് പറഞ്ഞാൽ പല ചരിത്രങ്ങൾ പൊളിച്ചെടുക്കേണ്ടി വരും. നമ്മൾ കുറച്ച് കാലം മുമ്പ് വരെ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിരുന്ന ഇരുമ്പ് ഇത് വിദേശത്തു നിന്നാണ് തുടങ്ങിയത്. പടിഞ്ഞാറ് വന്നിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി സ്റ്റാലിൻ, ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പത്രസമ്മേളനം നടത്തിയിട്ട് തെളിവ് കാണിച്ചു കൊടുത്തു. തമിഴ്നാട്ടിൽ നിന്നാണ് ഇരുമ്പ് സംസ്കാരം വന്നതെന്ന് പറഞ്ഞിട്ട്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല. നമ്മൾ ഈ കേരള ഹിസ്റ്ററിയിൽ പറയുന്ന സമയത്ത് അവിടുന്ന് വന്ന റോഡുകളൊക്കെ വന്നത് കടൽ മാർഗമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പുറത്തു വരുന്നത്. അന്ന് ഇവിടെ ഇല്ല എന്നുള്ളത്. നമ്മൾ ഹാരപ്പൻ സംസ്കാരമാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ പഴയ സംസ്കാരമായിട്ട്. BC 3500ഒക്കെയാണ്. അവർ 2000 തൊട്ട് 5500. നമ്മൾ പൂംഹാറിൽ ഭാരതീയ യൂണിവേഴ്സിറ്റി പഠനം നടത്തിയിട്ട് കടലിലൊരു നഗരം കണ്ടുപിടിച്ചു. 15,000 വർഷമാണ് അവർ കണക്ക് കൂട്ടിയിരിക്കുന്നത്. 15,000 വർഷം അങ്ങനെ കണക്ക് കൂട്ടി വെച്ചാൽ അവർ പറയുന്ന കണക്കിൽ ഒരു കടൽ കയറി വരും.
കുറേ കാലം കഴിഞ്ഞ് 6 സെൻറ്റിമീറ്റർ കയറി ഒരു കടലിങ്ങനെ എടുത്തോണ്ട് പോകും. അപ്പോൾ ആ കണക്കിൽ ഒരു ആ ഒരു ഇപ്പോഴുള്ള കണക്ക് വെച്ചോളൂ. ആ കണക്ക് വെച്ചിട്ട് ഇപ്പോഴുള്ള കടലിൽ നിന്നും മറ്റേ നഗരത്തേക്ക് എത്തണമെങ്കിൽ 15,000 വർഷം വേണം. 15,000 വർഷത്തെ ഹിസ്റ്ററിയിൽ ഒരു കടലിന് നഗരം കണ്ടെത്തിയവർ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച ഭാരതത്തിൻ്റെ സംസ്കാരം 3500 ഹാരപ്പ സംസ്കാരം പറഞ്ഞിട്ടായിരിക്കണത്. ആ കടലിൽ ഇനി പഠിച്ചു പോയി കഴിഞ്ഞാൽ കുമാരിയാണത്തിൽ പോയി നിൽക്കും അത്. അപ്പോൾ നമ്മൾ പറയണ ഒരു ഹിസ്റ്ററി ഒന്നല്ല ഇവിടുത്തെ. ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യണ്ടായി വന്നു എന്നുള്ളത് വിശ്വസിക്കണമെന്നല്ല. ഇത് മുഴുവൻ കംപ്ലീറ്റ് പൊളിച്ചെഴുതേണ്ട ഒരു അവസ്ഥ വരും. എഴുതേണ്ടി വരും ഈ സംഭവം. ഇത് അതാണ് ആ നെറ്റ്ഫ്ലിക്സ് സീരീസിലുള്ള ഒരു ആളത് അന്വേഷിച്ച് പോണതൊക്കെയുള്ള ഇത്. ഇത് നമ്മളിത് നമ്മുടെ പഠിച്ചു തുടങ്ങി അതൊക്കെ ഹിസ്റ്ററിയൊക്കെ മാറും. നമുക്ക് പ്രണയത്തിന് ശേഷമുള്ളത് കൊണ്ടാണ് നമ്മളിതൊക്കെ ആദ്യം തൊട്ട് തുടങ്ങണത്. ഇതിന് മുമ്പൊരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററിയിൽ നമ്മളെക്കാളും ഉയർന്ന ആൾക്കാർ ജീവിച്ചിരുന്നു. ഇനി നാളെ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മുടെ അവിടെ ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ അല്ലാണ്ടായിട്ട് പുതിയൊരു വിഭാഗം വരുമ്പോൾ അവരും പറയണത് അവിടുന്ന് തുടങ്ങുള്ളൂ ഹിസ്റ്ററി. നമുക്കൊരു കണക്ഷൻ കിട്ടില്ല. ആ കണക്ഷനാണ്, ആ പാലം ബ്രിഡ്ജാണ് നമ്മൾ കുമാരികാണ്ഡം. അതിൽ നിന്നാണ് നമുക്ക് ഇനി പഴയതൊക്കെ തേടി വരുന്നത്. ആ തേടി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞ നമ്മൾ കുമാരികാണ്ഡത്തിൽ ജനങ്ങൾ നമ്മളെ സന്ദർശിക്കണ സമയമായി തുടങ്ങി വരും. അവർ വേറെ സ്ഥലത്തുനിന്ന്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏലിയൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയാറ്, ആ കണക്ഷൻ പറയാറ്. അപ്പോൾ രജിതർ നമ്മളിപ്പം ഈ നേരത്തെ എപ്പോഴും പറയുന്നതല്ലേ ഈ നെറ്റ്ഫ്ലിക്സ് സീരീസ് പറഞ്ഞായിരുന്നു, എപ്പോഴും അതുമ്പോൾ ഇങ്ങനെ പിടിച്ചു പോകണം. എനിക്കത് എന്താ പറയുക, ഗ്രഹാം ഹാൻകോക്ക് എന്നുള്ള ആൾ അയാളൊരു തിയറി ആണല്ലോ പറയുന്നത്. അപ്പം ഇങ്ങനത്തെ തിയറി നമ്മൾ എപ്പോഴും പണ്ട് അങ്ങ് പറയുമ്പോൾ അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി എന്താണെന്നൊക്കെ നമ്മളിങ്ങനെ നോക്കും അല്ലേ. നമ്മുടെ മനസ്സിലൊരു എന്താ പറയുക, ഒരു ജിജ്ഞാസ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ആൻഷ്യൻ എപ്പോക്ലിപ്സ് എന്നുള്ള ആ ഒരു സീരീസ് കാണുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു കാണേണ്ട സീരീസാണ്. ആ 12,000 വർഷത്തിന് മുന്നേ അല്ല, ആ ഒരു കോൺസെപ്റ്റ് അവർ പറയുന്നത് ഹിമയുഗം കഴിഞ്ഞ് വലിയൊരു പ്രളയം ഉണ്ടാവുന്നു. പക്ഷേ ഇപ്പോഴും ആ കണക്ഷൻ അങ്ങേക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞൊരു കണക്ഷനാണ്. കാരണം അതിന് മുന്നേ അങ്ങനൊരു മലയാളത്തിലൊന്നും ആരും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. കേൾക്കുന്ന പല ആൾക്കാർക്കും അങ്ങ് ചിലപ്പോൾ ഹാലുസിനേഷൻ്റെ ഭാഗമായി പറയുന്നതാണോ, അയാൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നതാണോ. പക്ഷേ ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ പറഞ്ഞതൊന്നും കള്ളത്തരം പറഞ്ഞിട്ടില്ല അല്ലേ. പലതും നമുക്ക് കാണുന്നതും നമുക്ക് മുന്നിൽ ഭഗവാൻ തന്നെ അത് വിസിബിളാക്കി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ, അങ്ങനൊരു ബുക്ക് ഇനി അങ്ങയുടെ ഇപ്പോൾ ഒന്ന് യുഗപ്പിറവികളൊക്കെ നമ്മൾ എഴുതി, അങ്ങ് എഴുതി 13,000 കോപ്പി ചെയ്ത് പോയിരുന്നെങ്കിൽ 12,000 വർഷത്തിന് 1,000 വർഷം ഞാൻ അപ്പം അടുത്തൊരു ബുക്ക്, കാരണം ആവശ്യമാണല്ലേ അത്. ശരിക്കും നീഡ് ഓഫ് ദ അവർ എന്നൊക്കെ പറയും. കാരണം ഇത് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം കുറിച്ചിട്ടുണ്ടോ അങ്ങ്? തുടക്കം കുറിച്ചു. അങ്ങ് പറഞ്ഞ പോലെ ആ പുസ്തകം നല്ലോണം സ്വീകരിക്കപ്പെട്ടു ബാബാ സഹായിച്ചിട്ട്. കാരണം അദ്ദേഹത്തിന് എനർജി ഉണ്ട് അതിൽ. അതിൻ്റെ ഇംഗ്ലീഷ് ബുക്കിൻ്റെ പേരും കൂടി ഞാൻ മൈ മാസ്റ്റേഴ്സ് ഫ്രം ദ ഫോർത്ത് ഡയമെൻഷൻ. ആണല്ലേ. അപ്പോൾ ഈ ഡയമെൻഷൻ ഉള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ അത് എഴുതിയപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ അത് വായിച്ചു. എത്രയോ ആൾക്കാർ അവരുടെ ജീവിതത്തിൽ ഒരു പ്രചോദനം കിട്ടിയെന്ന് പറഞ്ഞു വായിച്ച് കരഞ്ഞു. ആദ്യത്തെ ചില ഭാഗങ്ങളുണ്ട് കരഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ത്രില്ലടിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ ബുക്ക് കയ്യിൽ കിട്ടി 2-3 ദിവസത്തിൽ വായിച്ച് തീർത്തു എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ. ഈ അടുത്ത് എൻ്റെ അടുത്തൊരു കുട്ടി വന്നു, കുട്ടി +1 പഠിക്കുന്ന കുട്ടിയാണ്. ഒരു ഡോക്ടറും മോളും കൂടിയിട്ടാണ് വന്നത്. അവരിതിനെ കുറിച്ച് സംസാരിക്കാനാണ്. ആ കുട്ടിക്ക് പോലും ആ ബുക്ക് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് നമ്മളപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടായില്ല എല്ലാവരും. അപ്പോൾ അതിനൊരു 2ാം ഭാഗം ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ, യുഗപ്പിറവിക്ക് മുന്നിലെ 2ാം ഭാഗം. അപ്പോൾ ഞാൻ നിർത്തിയ പോയിന്റിൽ നിന്ന് ഇപ്പോഴുള്ള യാത്ര, അതിന് ശേഷം നടത്തിയ യാത്രകൾ, അവിടെ ഉണ്ടായ എൻ്റെ അനുഭവങ്ങളും ഒക്കെ ആയിട്ടാണ് ആ എഴുത്തിൽ. അപ്പോൾ എഴുത്തിൽ എനിക്ക് കിട്ടിയ അറിവുകൾ അതിൽ പറയും, എൻ്റെ അനുഭവങ്ങൾ പറയും. അപ്പോൾ ഞാൻ ഇപ്പോൾ പീക്കിൽ എഴുതാൻ തുടങ്ങുമ്പോൾ ഉണ്ടായുള്ള മെയിൻ ചിന്ത തന്നെ കുറിച്ച് ആ പുസ്തകം അവസാനിപ്പിച്ചുള്ള പീക്ക് ലെവലിലാണ്, ഒരു ഹൈ മൊമെൻറ്റിൽ കൊണ്ട് നിർത്തിക്കുക. അപ്പോൾ 2ാമത് ബുക്ക് ആ ലെവലിൽ തന്നെ തുടങ്ങണം. കാരണം ആൾക്കാർ നമ്മൾ വായിച്ച ആ ബുക്ക് വായിച്ച എല്ലാവരും ഇതില്ലാതെ നിർത്തിക്കുക. ആ പുസ്തകത്തിനൊരു എനർജി അല്ലാതെ നിൽക്കണം. നമ്മൾ 2ാമത്തെ ബുക്ക് എഴുതുമ്പോൾ ആദ്യത്തെ അധ്യായം തൊട്ട് തന്നെ മറ്റേതിൽ അങ്ങനെ ആവശ്യം. അതെ, ആ ഒരു ഹിറ്റ് ചെയ്ത സംവിധായകന്റെ 2ാമത്തെ ഭാഗം എടുക്കുമ്പോൾ ആദ്യത്തെ മറ്റേതിൽ അത് ആവശ്യമില്ല. നമ്മൾ മെല്ലെ തുടങ്ങി അതിനുള്ളിൽ കൂടെ കയറി ഗ്രാഫ് കയറ്റിക്കൊണ്ടുപോയത്. ഇവിടെ ഗ്രാഫ് കയറുന്നാൻ നിൽക്കണം. അപ്പോൾ അതൊന്ന് പിടിച്ചിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് എഴുതണു, സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് വരണം. സംഭവങ്ങൾ
ഉണ്ട് അങ്ങേര് സംഭവങ്ങൾ എഴുതിയ പോലെ അത് ചോദിക്കുക ആൾക്കാർ ഇത് ഉണ്ടായ കാര്യം. അല്ല, അല്ല, പക്ഷെ അങ്ങനെ എഴുതണല്ല, എഴുതണേതിന് ആ ബുക്ക് അങ്ങനെയല്ല അത്. ആ ബുക്ക് അങ്ങനെയല്ല. എഴുതണേന് ഭംഗിയുണ്ടല്ലോ. അയ്യോ, കേൾക്കുന്ന പ്രേക്ഷകർ ഐ തിങ്ക് എല്ലാവരോടുള്ളൊരു റിക്വസ്റ്റാണ്, ആ ബുക്ക് വായിക്കുമ്പോഴാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവുള്ളൂ. ഇത്രയും ഇൻറ്റൻസ് ആയിട്ടാണ് ആ ബുക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം, അടുത്ത ഭാഗം എന്ന് പറയുന്നത് എഴുതി തുടങ്ങി, അടുത്ത കൊല്ലം എന്തായാലും ഒരു കൊല്ലത്തെ വർക്ക് വരും അത്. സന്തോഷം. അത് എന്താ പറയുക, അങ്ങനെ ഉണ്ടെന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ബുദ്ധമതത്തിൻ്റെ കണക്ഷൻ പറഞ്ഞല്ലോ. ഇത് ഈ കണക്ഷൻ വരുന്ന സമയത്ത് നമ്മളുടെ ഈ എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ളൊരു കണക്ഷൻ ഈ മുരുക യുഗത്തിൽ വരാൻ സാധ്യതയുണ്ടോ? കാരണം ഇപ്പോൾ നമ്മൾ പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഇത് വെച്ച് ചൈന ആയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്ത് വന്ന് അങ്ങ് പറയുന്ന ആ ഒരു 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 ചന്ദ്രക്കല രൂപം അല്ലേ, ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഇവർ തമ്മിലൊരു സഖ്യകക്ഷി വരാനുള്ള സാധ്യത തീർച്ചയായും തീർച്ചയായും ഏഷ്യ സൈഡിലേക്ക് പവർ ഷിഫ്റ്റ് ആവും, ഉറപ്പായിട്ടും ഷിഫ്റ്റ് ആവും. ഉറപ്പായിട്ടും പവർ. ഒരു കാലത്ത് ഏഷ്യ ആയിരുന്നു എല്ലാം ഭരിച്ചിരുന്നത്. പിന്നെയാണ് അത് അങ്ങോട്ട് തിരിഞ്ഞു പോയത്. ഇത് തിരിച്ചു വരുന്ന സമയമാണ്. ഏഷ്യ ടൈമിലേക്ക് പവർ ഷിഫ്റ്റ് ആവും, ഇന്ത്യ അതിൻ്റെ ഹെഡാവുകയും ചെയ്യും. ഓക്കെ, മൊത്തം ഇന്ത്യയുടെ ആവും പവർഫുൾ. അപ്പോൾ ഈ അയൽ രാജ്യങ്ങൾ നമ്മുടെ ഭാഗമാവാനുള്ള അങ്ങനെ ഒരു സൂചന അങ്ങേക്ക് വന്നിട്ടുണ്ടോ? ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല. അത് കാരണം എനിക്കത് വ്യക്തമായിട്ട് ഇപ്പോൾ അഖണ്ഡ ഭാരതം എന്നുള്ളൊരു വാക്കാവും അങ്ങ് ഉദ്ദേശിച്ചത്. അതെ. പക്ഷെ ഞാൻ അങ്ങനത്തെ ഉച്ചാരണമൊന്നും ഉപയോഗിക്കാതെന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് കൂടി മനസ്സിലാവാം. കാരണം ഇവരൊക്കെ വളരെ അസ്ഥിരമായി നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്കൊന്നും ഇപ്പോഴും സത്യം പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു പല കാര്യങ്ങളിലും പല മീറ്റിങ്ങിലൊക്കെ ഇപ്പോൾ നമ്മൾ ട്രോൾസ് കാണുമ്പോൾ അത്ര വളരെ എന്താ പറയുക, വളരെ മോശകരമായിട്ട് അവർ ചിത്രീകരിക്കപ്പെടുന്നതൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ആ രാജ്യങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെ. അവർ രാഷ്ട്രീയപരമായാലും എല്ലാ സാമ്പത്തികപരമായിട്ടും ഒരു മാർക്കറ്റ് എന്ന നിലയിൽ പോലും അവർക്കത്ര ഒരു മാർക്കറ്റില്ലാത്ത കുഞ്ഞു രാജ്യങ്ങളാണ്. അപ്പോൾ അവരിതിലേക്ക് കണക്ട് ആവാനുള്ള എന്തെങ്കിലും സൂചന അങ്ങേക്ക് ഇപ്പം അറിയില്ല. പക്ഷേ ഈ ഇന്ത്യയുടെ മെയ് കഴിയുമ്പോഴേക്കും അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവാൻ സാധ്യത. രാജ്യങ്ങളുടെ കാര്യം പക്ഷേ ഇവഞ്ച്വലി ഇവർ നമ്പർ 1 ആവും, ഇന്ത്യ നമ്പർ 1 ആവുന്നതോട് കൂടിയിട്ട് കൂടെ നിൽക്കേണ്ടി വരും അവസ്ഥ. അതെല്ലാവരും അങ്ങനെ തന്നെയല്ലേ, ലോകത്തിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അതല്ലാണ്ട് കൊതിരി കാരണം അവൻ്റെ വീണ്ടും തിരിച്ചു പോകും. മാലിദ്വീപ് എന്തായിരുന്നു, കൊതിരി ചാടാൻ നോക്കിയിട്ടൊന്നും പറ്റിയില്ല. അവർ തിരിച്ച് ഇന്ത്യയുടെ കാരണം ഈ സമയത്ത് അങ്ങനെ പറ്റുള്ളൂ. കാരണം പവർ അങ്ങനെയാണ്, മുരുകയുഗമാണ്, ഭാരതം ടോപ്പ് ആവേണ്ട സമയമാണ്. അങ്ങനെ പോകാനൊന്നും പറ്റില്ല. തിരിച്ച് ഇങ്ങോട്ട് എത്തിയേ പറ്റൂ. അപ്പോൾ ആ ഒരു എന്താ പറയുക പവർ ഉണ്ടാവും. പക്ഷെ രാജ്യങ്ങൾ അതിൽ കൂടി ചേരും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഈ സൈഡ് അറബ് സൈഡ് മുഴുവൻ വിക്രമാദിത്യൻ്റെ ഒരു എനർജി ഉള്ള രാജ്യങ്ങളാണ്. ഇപ്പുറത്ത് നമ്മുടെ പക്ഷെ അതുകൊണ്ട് ഈ അറബി രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ അടുത്ത് ഭയങ്കരമായൊരു അടുപ്പുണ്ടല്ലോ. തീർച്ചയായിട്ടും പല അസൂയ തോന്നുന്ന വിധത്തിൽ തന്നെ. ഇപ്പോൾ UAE എടുത്താലും ഏത് രാജ്യം എടുത്താലും ഇന്ത്യയായിട്ട് വളരെയധികം അടുത്ത് അല്ലേ. നമ്മൾ പറയുമ്പോൾ ഒരു BJP അല്ലെങ്കിൽ ഒരു RSS എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഈ ഒരു ബന്ധം എങ്ങനെയാണ് ഇത്രയും ഡീപ്പാവാനുള്ള കാരണം? അത് ഒരു എനർജി കണക്ഷൻ. കാരണം നമ്മളിവിടെ മതം നോക്കണ്ട. നമ്മുടെ രാജ്യത്തിന് ഏത് നല്ലത്, ആ രാജ്യങ്ങളൊക്കെ നമുക്ക് നല്ലത്, നമ്മുടെ കൂടെ നിൽക്കുന്നത്, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനെതിരെ താലിബാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ താലിബാൻ നമുക്ക് സൂപ്പറാണ്. അവിടെ സ്ത്രീകളെ വെളിയിൽ കാണിക്കില്ല, നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ സഹായിക്കാൻ താലിബാൻ അപ്പുറത്ത് പാകിസ്ഥാനെ എതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മൾ സൂപ്പറാണ്. മതം നോക്കണ്ട. തുർക്കി നമുക്ക് എതിരാണെങ്കിൽ മതം നോക്കണ്ട, അവർ നമ്മുടെ എതിരെ തന്നെയാണ്. അതല്ല അവിടെ വിഷയം. നമ്മുടെ രാജ്യത്തിന് എന്താണ് ആവശ്യം, അവരൊക്കെ നമ്മുടെ കൂടെ നിൽക്കണവരൊക്കെ നമുക്ക് ആവശ്യം. ചാണക്യതന്ത്രം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പാകിസ്ഥാനെ ചെയ്യാൻ വേണ്ടി അപ്പുറത്തുനിന്ന് ഒരാളെ കിട്ടുകയാണെങ്കിൽ അവരുപയോഗിക്കാവോ, അവരങ്ങനെ ചെയ്യും, സ്ത്രീകളെ വെളിയിൽ കാണിക്കണില്ല, അത് നമ്മളിതിനൊക്കെ അന്വേഷിക്കാൻ നിൽക്കണം. നമ്മുടെ കാര്യം നോക്കിയാൽ മതി. അവർ നമ്മുടെ ഒപ്പം നിൽക്കുക, അത്രേ ഉള്ളൂ. ആ രീതിയിലാണ് ഭാരതം ഇനി മുന്നോട്ട് പോവുക. കാരണം അങ്ങനെ തന്നെ അത് നടക്കുള്ളൂ. ഇനി നമുക്ക് ഈ കുറച്ചുകൂടി ഡീപ്പസ്റ്റ് സബ്ജക്റ്റിലേക്ക് പോകുന്ന സമയത്ത് പളനിയാണ്ടവനെ പ്രതിഷ്ഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് അങ്ങ് പറയുകയുണ്ടായി. അതിൽ പല നവഭാഷണങ്ങൾ യൂസ് ചെയ്തതും സിദ്ധരുടെ ഒരു കണക്ഷനൊക്കെ അവിടെ പറഞ്ഞു. പക്ഷെ അവിടെ ഒരു മെറ്റീരിയലിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ. കാരണം ഈ മുരുക ഭഗവാൻ ആക്ച്വലി വേറൊരു ഗ്രഹത്തിൽ നിന്ന് വന്നതാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നോ വന്നതാണ് എന്നുള്ളൊരു ചോദ്യങ്ങൾ പല സ്ഥലത്തും ഈവൻ അറ്റ്ലീസ്റ്റ് പഴയ ജനറേഷൻ അല്ലെങ്കിൽ പോലും പുതിയ ജനറേഷനിലെ ജെൻസിയൊക്കെ ചോദിക്കുന്നതാണ്, ചൊവ്വയിൽ നിന്നാണോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തു നിന്നാണോ വന്നിട്ടുള്ളത്, ഗ്രഹത്തിൽ നിന്നാണോ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങ് പല സ്ഥലത്ത് മറുപടി പറഞ്ഞിട്ടുള്ളത് ഈ സീറോ ഗ്രാവിറ്റി കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്. അങ്ങനൊരു കോൺസെപ്റ്റ് ചിന്തിക്കാനുള്ള കാരണം എന്താണ്? കാരണം ആ ഡാർക്ക് മെറ്റീരിയൽ കാരണം നമ്മുടെ കുമാരികാണ്ഡത്തിലത്തെ
ആൾക്കാർ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അത് വേറൊരു ഗ്രഹത്തിൽ നിന്ന്. അപ്പം നാസയൊക്കെ നമ്മൾ വേറെ ഗ്രഹങ്ങളിൽ ഇപ്പോൾ സഞ്ചരിക്കാൻ പറ്റുന്നോ എന്ന് നോക്കണ പോലെ ആ ഒരു സമയത്ത് ഭൂമിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യവാസം, അത് ജീവികൾ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവണം. ആരും ഉണ്ടാക്കണമെന്നല്ല, നമ്മൾ ഇന്ന് ആളുണ്ടാക്കിയെന്നല്ല പറയണം, ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവണം, സാഹചര്യങ്ങളെ കൊണ്ട് ഉണ്ടാവണം. ഏത് ഗ്രഹത്തിലും അങ്ങനെ സംഭവിക്കാം. കുറേ കാലം കഴിഞ്ഞാൽ അത് നശിച്ചു പോവുകയും ചെയ്യാം. അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവർ അത് അന്വേഷിച്ച് കണ്ടെത്തി ഇവിടെ എത്തിപ്പെട്ട ആൾക്കാരാണ്. അവരുടെ ലീഡറായിരുന്നു മുരുകവാൻ. പിന്നെ ദേവസേനാപതി, അവരുടെ സേനാപതി ആവണു, ഭരണാധികാരി രാജാവണു. അദ്ദേഹമാണ് ആ ഭാഷ കൊടുക്കണത്, തമിഴ് ഭാഷ അവർക്ക് കൊടുക്കണം. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ എങ്ങനെ സഞ്ചരിച്ചു വെച്ചാൽ അവർ ഈ ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജിയൊക്കെ യൂസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഗോളാന്തര യാത്രകൾ എളുപ്പമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രളയത്തിന് ശേഷം പറയുകയാണെങ്കിൽ പ്രളയം എടുത്തു പോയി നമ്മുടെ പുതിയത് ആരംഭിക്കുന്നു. ഇപ്പോഴും സയൻസ് അതിനെക്കുറിച്ചിട്ട് പഠിക്കാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇട്ട് കഴിഞ്ഞാൽ ഭൂമിയുടെ മുഖച്ചായ തന്നെ മാറും. ഒരു എനർജി ഊർജ്ജം വേറെ രീതിയിലാവും. ഇപ്പോഴത്തെ രീതിയൊക്കെ മാറും. അങ്ങനെ ഈ മുരുകത്തിൽ നടക്കും. ഉറപ്പായിട്ടും അത് സയൻസ് കണ്ടുപിടിക്കും. ആ എനർജി അറിയണതുകൊണ്ടാണ് ഭോഗർ മഹർഷി രണ്ടാമത്തെ മുരുകൻ്റെ വിഗ്രഹം ആ ഒരു ഫോമിൽ വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഡാർക്ക് എന്നുള്ള ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് അത് കറുപ്പായിട്ടൊന്നല്ല, പ്രകാശത്തിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഊർജ്ജം എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഭോഗർ മഹർഷിക്ക് അറിയണ്ടായത്. മുരുകത്തിലെ ആ ഊർജ്ജമാവും ലോകം ഭരിക്കാൻ പോണതെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ രൂപത്തിൽ, ആ രൂപത്തിൽ മുരുകൻ്റെ എനർജി വെച്ചിരിക്കുന്നത്. ആ രണ്ടാമത്തെ മുരുകൻ്റെ വിഗ്രഹത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പറയുമ്പോൾ പലർക്കും ആദ്യം വിശ്വാസമായി, ഇതൊക്കെ എങ്ങനെ നടക്കാൻ പോണേ, ലോകം പിന്നെ അവിടുത്തെ പഴനിന്നല്ലേ കൺട്രോൾ ചെയ്യാൻ പോണേ, കൺട്രോൾ ചെയ്ത് തുടങ്ങി ആൾക്കാർക്ക് കുറേ പേർക്കൊക്കെ മനസ്സിലായി തുടങ്ങി. പലരും തമിഴ്നാട്ടിലെ സ്ഥലത്തുള്ള പഴനിന്ന് എങ്ങനെയാണ് ലോകം കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. കൺട്രോൾ ചെയ്യാൻ കാരണം ഇരിക്കണ ആൾ നിസ്സാരക്കാരനല്ല. അത് നമുക്ക്, കാരണം നമുക്കിപ്പോൾ മുരുകനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ഭുതമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് പറയാം. നമ്മൾ ചില അമ്പലങ്ങളിൽ പോയി നമ്മൾ മെഡിറ്റേഷന് പോയിട്ട് ഇരിക്കുക, ശാന്തത സമാധാനത്തോടുകൂടി. ഇത് മുരുകൻ അമ്പലത്തിൽ അങ്ങനെയാണ് പോവുക. ലഹള കൂട്ടി പെരുമ്പറ കൊട്ടി ചാടി തുള്ളിയിട്ട് പോവുക. കാരണം ആ ഓറ അങ്ങനെയാണ്. അദ്ദേഹം മാസ് ലീഡറാണ്. അദ്ദേഹം ഒരു മാസ് അദ്ദേഹം ഒരു മാസ് ലീഡറാ. അപ്പൊ ആ അദ്ദേഹത്തിന്റെ വിഗ്രഹം ഇരിക്കണത് ആ ഓറയാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് നിശബ്ദമായിട്ട് ഇരിക്കാനും പറ്റില്ല, അവിടെ പാക്കഡാണ്. അപ്പൊ നമുക്ക് ആ പ്രത്യേകത കണ്ടറിയാം, നേരിട്ട് കണ്ടറിയാം. നമ്മൾ പദയാത്ര നടത്തുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ, ദേഹത്ത് കുത്തി കാവടി എടുത്ത്. ഇത് എവിടുന്ന് വന്നതാ? അദ്ദേഹം ദേവസേനാപതി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പട്ടാളക്കാര് അദ്ദേഹത്തിന് കാണാൻ വരികയാണ്. മാർച്ച് പാസ്റ്റായിട്ട് വരികയാണ് നമ്മുടെ സേനാപതി ദളപതി കാണാൻ. അപ്പൊ അവരെന്താ ചെയ്യുക? ദേഹത്ത് കുത്തി ചാടി ആ ലെവൽ ആവേശം കാണിച്ച് വീരത കാണിച്ചു വരും. അതിന്റെ ഒരു ബാക്കി പത്രമാണ് നമ്മൾ കാണുന്ന പദയാത്ര, കാവടി എടുത്ത് ദേഹത്ത് കുത്തി വരുന്നത്. അവരുടെ പട്ടാളക്കാർ അദ്ദേഹത്തെ കാണാൻ പോയതാ. ആ ഒരു ഊർജം വേറെയാണ്. അതൊരു എന്താ പറയാ, ഒരു ഞാൻ പറഞ്ഞ മാസ് ലീഡറാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈല് വേറെയാണ്. ആ ഒരു എനർജി പഴനിമലയിൽ വെച്ച് ഭോഗർ മഹർഷി ഈ യുഗത്തിൽ, മുരുക യുഗത്തിൽ ഒരു ഡാർക്ക് മാറ്റർ എന്നുള്ള എനർജിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഭോഗർ മഹർഷിക്ക് അറിയാം മുരുക യുഗത്തിൽ അദ്ദേഹമാണ് പഴനിമലയിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പോണ. കാരണം പഴനിമലക്ക് വയ്യാപുരി എന്ന് പേരുണ്ട്. അദ്ദേഹം സ്ഥലം തിരഞ്ഞെടുക്കാൻ പോലും കാരണമുണ്ട്. നമ്മുടെ കുമാരികാണ്ഡത്തിന്റെ തലസ്ഥാനത്തിന്റെ പേര് വയ്യാപുരി എന്നാണ്. അവിടെയാണ് മുരുകൻ ഭരിച്ചിരുന്ന സ്ഥലം. അവിടുന്നാണ് ആറുപട വീട് കൺട്രോൾ ലോകമുള്ള. ആ കടലെടുത്തപ്പോൾ കുടിയേറിയ ആൾക്കാരാണ് തമിഴ്നാട്ടിൽ ഈ ആറുപട വീട് വെച്ചിട്ടുള്ളത്. അത് പഴനിയിൽ വന്ന ആൾക്കാർ വയ്യാപുരി എന്നൊരു പേരിട്ടിട്ടാണ് അവിടെ. വയ്യാപുരി പേരുണ്ട് പഴനിക്ക്. വയ്യാപുരി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ തലസ്ഥാനം എന്നാ. വയ്യ എന്ന് പറഞ്ഞ ലോകം, പൂരി എന്ന് പറഞ്ഞ തലസ്ഥാനം. അങ്ങനെ പഴനിമലയ്ക്ക് ലോകത്തിന്റെ തലസ്ഥാനം എന്ന് പേര് വന്നത്. അപ്പൊ
അപ്പോൾ ആ കംപ്ലീറ്റ് കുമാരികാണ്ഡത്തിൻ്റെ കംപ്ലീറ്റ് സെൻറ്റർ പാർട്ടായിട്ട് വരും. അല്ല, കുമാരിയാണത്തിൽ വേറെ വേറെ സ്ഥലം കടലെടുത്ത് പോയി. കടലെടുത്ത് പോയി. അപ്പോൾ അവർ കടലെടുത്ത് പോയപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് തോന്നുന്നു, കുടിയേറി തമിഴ്നാട്ടിൽ. തമിഴ്നാട്ടിൽ കൂടി ലോകം മുഴുവൻ കൂടി. അങ്ങനെയാണ് യസീദികളൊക്കെ. ഇത് വരുന്നത്. ഇവർ ഇവിടെ വന്ന ആൾക്കാർ 6 സ്ഥലത്ത് അവരുടെ ഓർമ്മകൾ വെച്ചു, 6 പട വീട് വെച്ചു. ഇവിടെ വെച്ചു. അതിൽ പഴനി തെരഞ്ഞെടുത്ത ആൾക്കാർ അവർ ഈ വന്നിട്ട് കാരണം കൊണ്ടാണ് അവരുടെ തെരഞ്ഞെടുത്ത ആൾക്കാർ അവരുടെ ഓർമ്മയ്ക്കായിട്ട് അവിടുത്തെ വയ്യാപുരിയുടെ പേര് ഇവിടെ ഇട്ടു. ഒട്ടു കാരണം അവിടെ വയ്യാപുരി എന്ന് പറഞ്ഞാൽ ലോക തലസ്ഥാനമായിരുന്നു. Clear. അപ്പോൾ ആ ഓർമ്മയിൽ വന്നിട്ട് ഇവരെ ഈ സ്ഥലത്തിന് വയ്യാപുരി ഇട്ട് ഇവിടെ ഭഗവാന്റെ വിഗ്രഹം വെച്ചിട്ട് ഇവർ അവിടെ കുടിയേറി താമസിച്ചു. അല്ലെങ്കിൽ പഴനിക്ക് അങ്ങനെ വയ്യാപുരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ മുരുകയുഗത്തിൽ അത് വീണ്ടും വയ്യാപുരിയാവും, ലോക തലസ്ഥാനമാവും. അവിടുന്ന് അദ്ദേഹം കൺട്രോൾ ചെയ്യും. അപ്പോൾ ആ എനർജി ഏത് വേണം? ഈ ഏറ്റവും ഭൂമിയിൽ ഏറ്റവും പവർഫുള്ളായ ഡാർക്ക് മാറ്ററിൽ വെക്കണം, പൗർമഷി വെക്കണം. അദ്ദേഹം ഈ ഭൂമിയിലിരുന്ന് ഈ പഴനിമലയിലിരുന്ന് ലോകത്തിൻ്റെ ചരിത്രത്തെ മാറ്റിപ്പറിച്ച് ലോകം ഭരിക്കാൻ പോകണം. അത് പൗർമഷിക്കാരെ അങ്ങനെ വെച്ചു. ഇപ്പം അദ്ദേഹം ഭരിച്ചു തുടങ്ങി, ലോകത്തെ തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തു തുടങ്ങി. അതിൻ്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് കുറേ പേര് വിചാരിച്ചു പഴനിമലയിൽ അങ്ങനെ ലോകം ഭരിക്കും. ലോകം ഭരിച്ചു തുടങ്ങി. ഇനിയും കാണും. ഇനി ഇത്രയും ഇനി കാണാതിരിക്കുന്നതാണ് അതെ മറ്റേ പിക്ചർ. അബിവി ബാക്കിയെ ഈ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എന്താണ് നമ്മളുടെ ഒരു ലാംഗ്വേജ് കൊടുത്തിട്ടുള്ളൊരു ദേവത അല്ലേ, ഒരു ലാംഗ്വേജ് അറിയപ്പെടുന്ന ദേവത, ഒരു ലാംഗ്വേജ് കൊടന്നു വന്ന ദേവത. എനിക്ക് നമ്മുടെ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ പോലും ഞാൻ വളരെ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എപ്പോഴും അത്ഭുതത്തോടെ കാണുന്നൊരു കാഴ്ചയാണ്. അല്ല, ഒരു ദേവന് ഒരു ഭാഷ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ദേവത. ആ ഭാഷ ഇപ്പോഴും നമ്മളൊക്കെ കുറ്റപ്പെടുത്താറുണ്ട്. അവർ ഒരു ഡൈല്യൂട്ട് ചെയ്യാൻ തയ്യാറല്ല. വേറെ ഭാഷയായിട്ട് ഡൈല്യൂട്ട് ചെയ്യാൻ, ഹിന്ദിയായിട്ടോ ഇംഗ്ലീഷിനായിട്ടോ വേറെ ഭാഷയായിട്ട് ഡൈല്യൂട്ട് ചെയ്യപ്പെടാതെ അത് ഈ ഒരു ഊർജ്ജം അതേപോലെ നിലനിൽക്കണം എന്നുള്ളത് കൊണ്ടാണോ എനിക്ക് തീർച്ചയായും അത് വലിയൊരു കാര്യമാണ് ചോദിച്ചത്. അത് തൊടാൻ പറ്റില്ല, സമ്മതിക്കില്ല. അതിന് കാവൽക്കാരുണ്ട്, ഈ ഭാഷയെ കാവൽക്കാരുണ്ട്, സിദ്ധന്മാർ, തമിഴ് സിദ്ധന്മാർ. അവർ ഈ ഭാഷേനെ തൊടാൻ സമ്മതിക്കില്ല. ഈ മാറ്റം വന്നിട്ടില്ല. ഭാഷ എടുക്കണവരൊക്കെ പവർഫുൾ ആവും ചെയ്യും, അനുവദിക്കും. DMK ഒക്കെ ഇതൊക്കെ ചെയ്തിട്ട് എങ്ങനെ പവർഫുൾ ആവണത്? അവർ തമിഴ് തമിഴ് തമിഴ്, കാരണം അതിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. തമിഴ് 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 അത് മാത്രം പറഞ്ഞിട്ടാണ് അവർ ഈ ശക്തി എടുത്തുള്ളത്. ആ ഭാഷേനെ അവർ തൊട്ടാൻ സമ്മതിക്കില്ല. കാരണം അത് ആൾക്കാർക്ക് എനർജി കൊടുക്കുകയാണ് തമിഴ് സിദ്ധന്മാർ. അവരെ സംബന്ധിച്ച് അവരുടെ ഹെഡ് കൊടുത്ത ഭാഷയാണ്. അത് തൊട്ടിട്ടുള്ള ഒരു കളിയും കളിക്കാൻ അവർ അനുവദിക്കില്ല. അവരുടെ തലവൻ, അവരുടെ മെയിൻ ആൾ കൊടുത്തുണ്ടാക്കിയ ഭാഷ, ആ ഭാഷേനെ തൊട്ടിട്ടുള്ള ഒരാളും കളിക്കേണ്ട. ആ ഭാഷേനെ ആര് നല്ലത് ചെയ്യുന്നു അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കും ഈ സിദ്ധന്മാർ. അതാണ് അതിൻ്റെ ബേസ്. അതുകൊണ്ടാണ് ഇവരൊക്കെ പലപ്പോഴും എന്നോട് ചോദിക്കുന്നത് ഇവരൊക്കെ എങ്ങനെ വിജയിക്കുക. ഒറ്റ കാരണമാണോ? തമിഴ് എന്നുള്ള ഊർജ്ജം എടുത്തിട്ടാണ് ഇവർ വിജയിക്കണം. കാരണം അതിലേക്ക് ശരിക്കും എനർജി എടുത്തിട്ട് ഭയങ്കരമായിട്ട്. അദ്ദേഹം ജനിച്ച സ്ഥലവും അവിടെയാണ്, രാജരാജ ചോളൻ അവിടെയാണ് ജനിച്ചിരുന്നത്. എന്താ പറയുക, അത് സായിബാബി ഒരു വട്ടം പറഞ്ഞില്ല, അതിൻ്റെ പുനർജന്മമാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ചാൽ തമിഴ് എന്നുള്ളൊരു സംഭവം ഡ്യൂട്ടി മാത്രം അങ്ങ് പറഞ്ഞ പോലെ ബാക്കിയൊന്നും നമുക്ക് പറയാം സ്പിരിച്വാലിറ്റി ഒന്നുമില്ല. പക്ഷെ തമിഴ് ഇതിന് കാരണത്തേ ഉള്ളൂ. അതിന് കാവൽക്കാരുണ്ട്, അത് തമിഴ് സിദ്ധന്മാരാണ്. അതവരുടെ ജോലിയാണ്. ആ ഭാഷ അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഷ അവര് നെഞ്ചിലേറ്റി വെച്ചിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ അവരുടെ ഭഗവാന്റെ ഭാഷ അദ്ദേഹം ഈ ലോകത്തിൽ കൊടുത്തതാ. ആ ഭാഷേനെ തൊടാൻ അനുവദിക്കില്ല അവർ. ആ ഭാഷ തുടർന്ന നല്ല രീതിയിൽ തുടർന്ന ആൾക്കാർക്കൊക്കെ അവർ ശക്തി കൊടുക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് എനിക്ക് മോദിജിക്ക് അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം തമിഴ്നാട്ടിൽ നല്ല ടച്ച് ചെയ്തോട്ടെ. ഒരു അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടലൊന്നും നടത്താറില്ല. വളരെ ക്ലീൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ അല്ലേ? അത് ആ തമിഴിൽ ടച്ച് ചെയ്യാണ്ട് ആൾക്കാർക്ക് ടച്ച് ചെയ്യുന്ന ആൾക്കാർ, നല്ല രീതിയിൽ ടച്ച് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് കയറാൻ പറ്റുള്ളൂ. അതെ, അത് സപ്പോർട്ടിലാണ് പല ഭരണാധികാരികൾ നിന്നിരുന്നത് പോലും. അവിടെ ഇവരുടെ അനുഗ്രഹമാണ് സിദ്ധന്മാരുടെ. ആ സിദ്ധന്മാരുടെ അനുഗ്രഹം കിട്ടി തമിഴ് ഭാഷേനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ നിൽക്കാൻ പറ്റുള്ളൂ. ആ ഭാഷേനെ തൊട്ടാനല്ലാണ്ട് സമ്മതിക്കില്ല അവർ.
അതിനൊറ്റ കാരണമുള്ളൂ, അവർക്ക് ആ ഭഗവാനോടുള്ള കൂറ്. അത് അദ്ദേഹം തന്നതാണ്. അതിനും നശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് എത്രത്തോളം ഉയർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് അവരെല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുകയും ചെയ്യും. ആ അന്ന് പാർലമെന്റ് വരെ എത്തിയത്. അതെ, അതുകൊണ്ടാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ അതേ പറഞ്ഞു പാരലി. ഈ അടുത്തും കൂടി അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, രാജേന്ദ്ര ചോളൻ അതെ 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 ഇവിടെ വന്നിരുന്നു. ഈ അടുത്ത്. ഇതൊന്നും വെറുതെ നടക്കണമെന്നല്ല, അദ്ദേഹത്തിന് അത് മനസ്സിലായി. അത് സാധകനാണല്ലോ, അപ്പം ആ സിഗ്നൽ ആൾക്കും കിട്ടുന്നുണ്ടാവും. മനസ്സിലായിട്ടുണ്ട്. ഈ പറഞ്ഞ അവിടെയാണ് പൂംഫാർ സിറ്റി ഇട്ടാ, രാജേന്ദ്ര ചോളൻ അവിടെയാണ് പൂംഫാർ സിറ്റി. അവിടെ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങ് ചോദിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ഞാൻ ഇതുവരെ എവിടെയും പറയാത്തൊരു കാര്യമാണ്, ചോദ്യമായിരുന്നു അത്. അതുകൊണ്ടാണ് ഞാൻ അത് വിശദീകരിച്ച് പറഞ്ഞത്. അവർ കാവൽക്കാരുണ്ട് അവിടെ. കാവൽക്കാർ തമിഴ് സിദ്ധന്മാരാണ്. അവർ ഒരാളെ തൊടിപ്പിക്കാൻ കാരണം അവർക്ക് അദ്ദേഹത്തോടുള്ള കൂറ് സ്നേഹമാണ്. അദ്ദേഹം നമ്മുടെ കയ്യിൽ വെച്ച ഭാഷ അങ്ങനെ ലോകം അത്രത്തോളം നിലനിൽക്കണം എന്നുള്ളത്. എന്താ പറയുക, അതിലുള്ള ഒരുപാട് രഹസ്യങ്ങളും ഉണ്ട്. അതൊക്കെ എൻട്രി കിട്ടി കഴിഞ്ഞാൽ അതാണ് ഈ മുരുകത്തിൽ നടക്കാൻ പോണ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരും. അത് ഈ മുരുകത്തിൽ നടക്കണ കാര്യമാണ്. അവസരോചിതമായൊരു കാര്യം കൂടി പറയാം. അപ്പോൾ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു. ഞാൻ പല സ്ഥലത്തും അങ്ങയുടെ ശത്രുക്കളുടെ വോയിസ് കേട്ടിട്ടുള്ള ആളാണ്. ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്താ പറയുക, ഞാൻ രാജേഷിൻ്റെ അടുത്തൊക്കെ പലതും ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ വളരെയധികം എന്തോ ഒരു ശക്തി പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നിമിഷങ്ങൾ കൊണ്ട് പിന്നെ ആ സാധനം കാണാണ്ടാവാറുണ്ട്. ആ സാധനം ഇതിനെ കാണുന്ന ആ സാധനം വെബിൽ നിന്ന് പോലും പോയ അവസ്ഥ വളരെ കൃത്യമായിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. എനിക്കൊന്നും ഭഗവാനെ ഈ ഒരു യുഗത്തിൽ ഭഗവാനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സിദ്ധന്മാരും അങ്ങേപോലുള്ള സേനാധിപതികളും എല്ലായിടത്തോളം കാലം ഇത് കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരു സംശയമില്ല. എൻ്റെ കാര്യമൊക്കെ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ്. നമ്മൾ സാധാരണക്കാരനല്ലേ, ഒന്നും എന്തിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മളിതൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ, വലിയൊരു ദൗത്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളോട് എന്താ പറയുക, ഓട്ടോമാറ്റിക്കായിട്ട് പല കാര്യങ്ങളെ കൊണ്ട് എതിർപ്പുണ്ടാവും. പല കാര്യങ്ങളും കാരണം നമ്മൾ ദേശീയത പറയണോണ്ട് എതിർപ്പുണ്ടാവാം, ബീഫ് സ്റ്റേറ്റ് എതിരോണ്ട് പറയണോണ്ട് എതിർപ്പുണ്ടാവാം, നന്നാവണോടുള്ള അസൂയ കൊണ്ടുള്ള കാരണം എതിർപ്പുണ്ടാവും. പണ്ട് എഴുതുന്നത് മാത്രമല്ലല്ലോ, ഇപ്പോൾ ശബ്ദം പോലും മാറ്ററാണ്. യൂട്യൂബിൽ വരുന്ന ശബ്ദങ്ങൾ കൃത്യമായിട്ട് അത് മറ്റേ ഡീകോഡ് ചെയ്യപ്പെടുന്നുണ്ട്. അവർ ഡീപ് സ്റ്റേറ്റിനെതിരെ പറയുമ്പോൾ അവരുടെ ശമ്പളം മേടിക്കുന്ന ആൾക്കാർക്ക് ദേഷ്യം വരും. നമ്മൾ ദേശീയത പറയുമ്പോൾ ദേശീയത ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക്, അതായത് രാജ്യത്തോട് കൂറില്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടം വരും. നമ്മൾ നന്നാവുമ്പോൾ അത് അസൂയ കൊണ്ട് ഇഷ്ടമാവുള്ളൂ. പക്ഷേ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒറ്റ കാരണമുള്ളൂ, നമുക്ക് ചുറ്റും അദ്ദേഹം ഒരു പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ സ്നേഹിക്കാം. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ, ഇപ്പുറത്ത് നമ്മൾ സ്നേഹിക്കാൻ അത്രയധികം ആൾക്കാരുണ്ട്. രാജ്യസ്നേഹികൾ എത്ര പേരുണ്ട്, ഭാരതം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്, മുരുകാനോടുള്ള സ്നേഹമുള്ള മുരുക ഭക്തർ എത്രയുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, നമ്മൾ അവരുടെ കൈകളിലെല്ലാം നിൽക്കണം. പിന്നെ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷനുണ്ട്. ഇപ്പോൾ ഒരു സിനിമാ പ്രേമിയായി തുടങ്ങിയ അങ്ങ് എന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങയുടെ മനസ്സിലോ അല്ലെങ്കിൽ അങ്ങയോടൊപ്പം നിൽക്കുന്ന ആരെങ്കിലും ഈ ബുക്ക് ഒരു സിനിമയാക്കണമെന്ന് എവിടെയെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഉണ്ട്. 2-3 പേര്. ഒരാൾ ബുക്കിൽ നിന്ന് തീം എടുത്ത് വന്ന് എന്നോട് വന്ന് സംസാരിച്ചു. ഞാൻ ഒരു കഥ ഉണ്ടാക്കിയിരുന്നു. കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഒരു വലിയ ബഡ്ജറ്റ് പടമാണ്. എന്നിട്ട് വലിയൊരു ഞാൻ പേര് പറയാം, അവർ പ്രഖ്യാപിക്കാത്ത കാര്യം ഞാൻ പറയുന്നില്ല. ആ ഒരാളോട് ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തു. ആള് നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൽ വൻ ഹിറ്റായിട്ടുള്ള ഒരു ഡയറക്ടർ, സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരു ഡയറക്ടറെ കണ്ട് സംസാരിച്ച ആൾക്ക് ഇഷ്ടമായി. പക്ഷെ ആൾ ഓൾറെഡി 3-4 പടത്തിൻ്റെ തിരക്കാണ്, കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ള ലെവലിൽ നിൽക്കണം. ഞാൻ അതിൽ ഇടപെട്ടിട്ടില്ല. ഞാൻ ഇടപെട്ടിട്ടില്ല, കാരണം അദ്ദേഹം എന്നിട്ട് ആ ഡയറക്ടർ എന്നെ വിളിക്കും ചെയ്തു വീഡിയോയിൽ. അങ്ങനെ കഥ കേട്ടു, എനിക്ക് ഇഷ്ടമായി, പക്ഷെ നമ്മൾ നോക്കാം എന്നുള്ള രീതിയിൽ നിൽക്കണം. അതിലെനിക്ക് പ്രത്യേക റോളൊന്നുമില്ല. വേറെ ആളാണ് കഥ എഴുതിയിരിക്കുന്നത്. എൻ്റെ പുസ്തകം വായിച്ചിട്ട് അതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത് നമ്മൾ പുതിയ പിള്ളേർ 2-3 പുതിയ പിള്ളേർ, അവർ അതിൽ 2 പേരെ കേരളത്തിൽ അറിയപ്പെടുന്ന ഡയറക്ടറുടെ മക്കളാണ്. അതായത് വൻ ലെജൻഡായ ഒരാളുടെ 2 മക്കളാണ്. പിന്നെ ഒരു പുതിയ പയ്യൻ, നമ്മളെ ഈ ജെൻസി എന്ന് പറയുന്നത്. അവരൊക്കെ ഈ പുസ്തകം വായിച്ചിട്ട് വേറൊരു വേഷം ഒരു കഥ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം ഞാൻ പഴനി പോയിരുന്നു. ഞാൻ ആദ്യം പഴനിക്ക് വാ, എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ പിറ്റേ ദിവസം വന്ന് പഴനിക്ക് വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവരവരുടെ മക്കൾ
തുടങ്ങിയിട്ടുണ്ട്. ഉം. അപ്പോൾ രണ്ട് ടൈപ്പ് രണ്ട് ടൈപ്പ് ആൾക്കാർ ഇതിനെ രണ്ട് കണ്ണിൽ അത് ചോദിക്കാൻ കാരണം അതാണ്. ഒരു ബുക്കിൻ്റെ ഇപ്പോൾ 2 പേര് വന്നിട്ടുണ്ട്. രണ്ട് വേർഷൻസ് 2 വേഴ്സണായിട്ട് ഞാൻ പറഞ്ഞു 2 പേരോടും വേറൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കണക്റ്റഡ് അല്ല, കഥ കണക്റ്റഡ് രണ്ട് രീതിയിലാണ്. 2 രീതിയിൽ. അപ്പോൾ അതായത് അവരുടെ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, അത് അങ്ങനെ കേൾക്കുമ്പോൾ അങ്ങേക്ക് ഭയങ്കര ഒരു അല്ലേ ഇല്ല അതിന് വേറൊരു രസമുള്ള സംഭവം വെച്ചാൽ നമ്മുടെ ചെറുപ്പത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത് നമ്മുടെ തൃശ്ശൂർ രാഗമൊക്കെയാണ് നമ്മുടെ തിയേറ്റർ എല്ലാം പടക്കണം. അപ്പോൾ നമ്മൾ ആ സ്ക്രീനിൽ രജിത് കുമാർ സ്ക്രിപ്റ്റ് അങ്ങനെ ആഗ്രഹിച്ചത്. പിന്നെ അതൊക്കെ വിട്ടുപോയിട്ടാണ് നമ്മൾ പിന്നെ അങ്ങനെ പോയത്. ഈ അടുത്തൊരു അത്ഭുതം നടന്നു. നമ്മുടെ മാരീസ് എന്ന് പറഞ്ഞൊരു പടം തമിഴിൽ ഫഹദ് ഫാസിലും അതിൽ വടിവേലും കൂടിയിട്ടുള്ള നല്ല ഹിറ്റായി. ഭയങ്കര ആളുടെ ഡയറക്ടർ നമ്മുടെ എല്ലാവർക്കും ഗ്രൂപ്പിലുണ്ട്. ഓ സുധീഷ് ശങ്കർ എന്ന് പറഞ്ഞിട്ട് ആളെന്താ ചെയ്തറിയാം, ബൈക്കിൽ ഇങ്ങനെ ബൈക്കിൽ പോണത്. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലുണ്ട്. നല്ല പടം, ഫസ്റ്റ് ആയിട്ട് അത്. ആള് ഈ പടം തുടങ്ങണ മുമ്പ് താങ്ക്സ് രജിത് കുമാർ ഫൗണ്ടർ എല്ലാമാർക്ക് ലയൺ മയൂര റോയൽ കിങ്ഡം എഴുതിയിട്ട് ടൈറ്റിൽ കാർഡ് വെച്ചു. ഞാൻ രാംദാസ് കണ്ടതാ പടം. രാംദാസ് വന്നിട്ടുണ്ട് പടം. ഞാൻ രാഗത്തിലുണ്ടായിരുന്നു. രാഗത്തിലെ രാംദാസ് ഏതോ വീട്ടിലാണ് കണ്ടത്. അതിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ലേറ്റായിട്ട് കയറി. താങ്ക്സ് അല്ല, ഫസ്റ്റിൽ എൻ്റെ പേരുണ്ട്, അടിയിൽ സിബി മലയുടെ പേര്. ഇപ്പം നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഫസ്റ്റിൽ എൻ്റെ പേരുണ്ട്, അടിയിൽ സിബി മലയുടെ പേരുണ്ട്. താങ്ക്സ് കാർഡ് വെച്ച്. അത് ഞാൻ രാഗത്തിലെഴുതാൻ കണ്ടത്. കാണുമ്പോൾ സന്തോഷം. സുധീഷിനോട് പറഞ്ഞു എത്ര കാലം മുമ്പ് കണ്ടത്, എത്ര കാലം മുമ്പ് ഞാൻ കണ്ട സ്വപ്നം. ഞാൻ അന്ന് അതിനു വേണ്ടി ശ്രമിച്ച് നടന്നില്ലേ. ഞാൻ ഒന്നും ചെയ്യാണ്ട് ഭഗവാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മറ്റേത് ഞാൻ പരിശ്രമിച്ച് നടന്നില്ല. ഞാൻ ഒന്നും ചെയ്യാണ്ട് മിണ്ടാണ്ടിരിക്കുന്ന ഭഗവാന്റെ മുമ്പിൽ കാണിച്ചു തരണോ. സിനിമ എടുക്കുന്നത് പോലും അറിഞ്ഞില്ല. പക്ഷെ കാണുമ്പോൾ ഞാനൊരു സുധീഷ് വിളിച്ചത്. അത് നമ്മളാ രാഗത്തിലെ എന്താ പറയുക കട്ടൻ ഇങ്ങനെ പൊന്തി കഴിഞ്ഞിട്ട് ആദ്യം കാണാൻ ഒരു സുഖം ഉണ്ടാവും. അത് പറഞ്ഞു സുധീഷ് ചിലപ്പോൾ ഇത് വലിയ വിഷയം തോന്നില്ല, പക്ഷെ ഇത് എൻ്റെ ഉള്ളിൽ കിട്ടിയ ഒരു ഇമ്പാക്ട്. ചെറിയ കുട്ടിയാകുമ്പോഴുള്ള ഒരു ആഗ്രഹമല്ലേ. അതോ ഞാൻ ഒന്നും ചെയ്യാണ്ട് എൻ്റെ മുമ്പിൽ ഭഗവാൻ കാണിച്ചു തന്നു. അപ്പോൾ സുധീഷ് ചിലപ്പോൾ ഒരു നിസ്സാരമായിട്ട് ചെയ്തോ, പക്ഷെ അത് എനിക്ക് കിട്ടിയത് ഭയങ്കര ഒരു ഇതാണെന്ന് പറഞ്ഞ് ഞാൻ ആളോട് പറഞ്ഞത്. അപ്പോൾ അതൊരു രസകരമായ സിനിമയെ പറ്റി കണക്ട് ചെയ്യുമ്പോൾ സന്തോഷമുള്ള. അതുപോലെ ലാലേട്ടൻ്റെ വീഡിയോ പോലും അല്ലേ, അതും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റിയത്. അല്ല അത് വേറെ രസം. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ, ലാലേട്ടനൊരു ഡയലോഗ് എഴുതി കൊടുക്കുക. അതാണല്ലോ ഉണ്ടാവുന്നത്. നമ്മൾ ആ ലാലേട്ടൻ്റെ അടുത്ത് നിന്നുള്ള ഏറ്റവും ചെറിയ ആളുടെ അടുത്ത് പോലെ എത്താൻ പറ്റിയില്ല, അങ്ങനെ പോയി. പക്ഷെ ഇപ്പോൾ ഞാൻ എന്നിട്ട് അന്ന് നമ്മുടെ യാഗത്തിൽ നടന്നപ്പോൾ നമ്മുടെ സജീവനാളുടെ മാനേജറോട് പറഞ്ഞു ഇത് എഴുതി തരൂ, ഒരു ലാലേട്ടനോട് ഒരു ഇത് ചെയ്യണം. അത് പറയാം, ഒരു ഡയലോഗ് അയച്ചിട്ട് തന്നാൽ മതി. ഞാൻ എന്നിട്ട് അപ്പം ഒരു ഡയലോഗ് എഴുതി ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുത്തു. ആ ഡയലോഗ് ഒരു വെട്ടുതിരുത്തിലാണ് ലാലേട്ടൻ പറയാം. ഞാനവിടെ കുറച്ച് നേരം ആലോചിച്ചു, ഞാൻ ഡയലോഗ് എഴുതി കൊടുത്തു, അതേപോലെ പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ എഴുതി കൊടുത്ത ഡയലോഗ് അദ്ദേഹം പറഞ്ഞു. അതാ അപ്പോൾ ഞാൻ ആലോചിച്ച് നമ്മൾ ഇതൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഭഗവാനായിട്ട് നമ്മൾക്ക് എത്തിക്കണമെന്നാണ്. അപ്പോൾ അത് അങ്ങനത്തെ അതിനേക്കാൾ അത്ഭുതം അവിടെ അങ്ങ് പോകുന്നത് ഗസ്റ്റായിട്ടാണ്, അല്ലാതെ ഒരു വർക്കിന് വേണ്ടി പോവുകയോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് വായിക്കാൻ പോവുകയല്ല. അവിടെ അവരെ വീട്ടിലൊക്കെ ലാലേട്ടൻ്റെ വീട്ടിലൊക്കെ അങ്ങ് ഗസ്റ്റായിട്ടാണ് പോകേണ്ട ഒരു അവസരം വരുന്നത്. ഞാൻ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായി. ഞാൻ മോഹൻലാലിൻ്റെ ഡയലോഗ് എഴുതി കൊടുത്ത ആളായി. ഞാനൊരു പുറത്ത് വന്നിട്ട് നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ നമ്മുടെ പഴയ ക്ലബ് കൂട്ടുകാർ, ചെറിയ ആളല്ല മോഹൻലാലിൻ്റെ ഡയലോഗ് അതൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ്, പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട്. എവിടേക്കോ നമ്മുടെ ഉള്ളിൽ കിടന്ന സാധനങ്ങൾ ഭഗവാൻ പുറത്തേക്ക് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരിക. അതെനിക്ക് തോന്നുന്നു അതായിരിക്കണം അങ്ങയുടെ ഈ അങ്ങ് എപ്പോഴും ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഒരു കംപ്ലീറ്റ് പട്ടാള മേധാവിയായിട്ട് ഉയർന്നു നിൽക്കുന്ന അങ്ങയുടെ മുകളിൽ വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പതക്കങ്ങൾ പോലെ സന്തോഷങ്ങൾ കൊടുന്നിരുന്ന ഭഗവാൻ. ഭയങ്കര അത്ഭുതമായിട്ട് വേറെ കഴിഞ്ഞ ആഴ്ച സംഭവം ഉണ്ടായി. നമ്മുടെ ഒരു ആളുണ്ടല്ലോ കേണൽ രാജ്യലക്ഷ്മി, മാസ്ക് വെച്ചിട്ട് ധീരനായൊരു മക്കളാണ്. ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത് വയനാട്ടിൽ ഒരു രക്ഷാപ്രവർത്തനം നടന്നപ്പോൾ ടീമിന് അവസാനം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് കണ്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒക്ടോബർ 12 പരിപാടിക്ക് ഇദ്ദേഹത്തിനൊന്ന് വിളിക്കണം ആഗ്രഹമുണ്ട്, ഈ മിലിറ്ററിക്കാർക്ക് ആഗ്രഹം. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിനൊരു ഇത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ സമയത്ത് വടയാർ സുനിലാളുടെ ചാനലിൽ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് സുനിലേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുനിലേട്ടനെ നമ്മൾ
നമ്പർ മേടിച്ചു. ഉം. എന്നിട്ട് അദ്ദേഹത്തിനെ വിളിച്ചു. ഉം. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഞങ്ങൾ രജിത് കുമാറാണ് LMRK എന്നാണ് വിളിക്കണത്, കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല എന്ന്. കേട്ടിട്ടുണ്ട്, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരിപാടി തന്നെ. അപ്പോൾ ഭയങ്കര ഗൗരവമായിട്ടാണ്. ആക്ച്വലി എന്താണ് പ്രോഗ്രാം, ഞാൻ പ്രോഗ്രാം പറഞ്ഞു. അപ്പോൾ എൻ്റെ റോൾ എന്താണ്, അപ്പോൾ അതും പറഞ്ഞു. ഓക്കെ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അടുത്ത വഴിക്ക് പറയാം, ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഗ്രൂപ്പിൽ ആളുണ്ട്. അത് ഞാൻ നിങ്ങളെ സൈലൻ്റ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. നിങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെപ്പോഴും നിങ്ങളുടെ പ്രസംഗം കേൾക്കും, ഇൻ്റർവ്യൂ എടുക്കും. ഞാൻ എൻ്റെ കണ്ണിന്ന് വെള്ളം വന്നു സത്യം പറയാം. കാരണം നമ്മൾ ചെയ്യുന്നത് വേറെ ആൾക്കാരാ. അതങ്ങ് നേരത്തെ പറഞ്ഞത് നോക്കി നിൽക്കുന്ന ഒരുപാടിൻ്റെ അടുത്തടുത്ത് വരുന്ന. അപ്പോൾ എനിക്ക് കണ്ണിന്ന് വെള്ളം വന്നു സത്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ പോലെ, അദ്ദേഹമൊക്കെ എന്ന് പറഞ്ഞാൽ ധീരനായിട്ടുള്ള ഒരാൾ, രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ളൊരു മഹാസൈനികൻ. നമ്മൾ രാജ്യത്തിന് വേണ്ടി ചെയ്യണമെന്ന് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യണമെന്ന് പറയുമ്പോൾ കിട്ടണ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് ഭഗവാന്റെ അനുഗ്രഹവർഷമായിട്ട് എനിക്കത് തോന്നി. എൻ്റെ കണ്ണിന്ന് വെള്ളം വന്നു. ഞാനോട് പറഞ്ഞൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം വരണം തരുമെന്ന്. ഞാൻ പറഞ്ഞു എന്തായാലും വരാം, തൃശ്ശൂർ വരുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുപാട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എത്രയോ ഇതേപോലത്തെ വലിയ വലിയ ലെജൻസ് നമ്മളെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോടെ നോക്കി കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ചില നിമിഷങ്ങൾ, അതൊക്കെ ജീവിതത്തിൽ ഭഗവാൻ തന്നെ അനുഗ്രഹം. ഒരു ചെറിയ 11 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സുള്ള ആൾ മുതൽ ഇത്രയും ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യും അല്ലേ, അതൊക്കെ കാണുന്നത് വളരെ, അത് വലിയ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾക്ക് അല്ലേ. തീർച്ചയായും അത് ഭഗവാനെ ഡ്യൂട്ടി ചെയ്ത് ഇങ്ങനെ നമ്മൾ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഞാൻ ഈ മറ്റേ അർജുനൻ അമ്പായിക്കണ കണ്ണും നോക്കി അത്ര കാണുന്ന ഒരാളാ. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും മരവും അല്ലെങ്കിൽ ചെല്ലൊന്നും കാണുന്നില്ല, അത് മാത്രം കാണണം. പക്ഷിനെ പത്ത്. അപ്പോൾ 100 ID കൊണ്ട് പലരും വരുമ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് വിടും. നമുക്ക് നല്ല കാര്യങ്ങളാവും പറയുണ്ടാവുക, ഒരു നല്ല നല്ല കാര്യങ്ങൾ പറയുണ്ടാവും. ഞാൻ പറഞ്ഞു ഇതൊന്നും ഞാനില്ല, എൻ്റെ ഡ്യൂട്ടി ഇതാ, ഇത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഫോക്കസ് പോകും 100% പോകും. അത് കാരണം. അപ്പോൾ അത് വിഷമാവണ ആൾക്കാരുണ്ട്. അല്ല ഗിമിക്സ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ അല്ലേ. നല്ലൊരു കാര്യമല്ലേ പറയണത്, എന്തൊക്കെ പറയണത് ചെയ്യുക, അത് മാത്രമേ ഈ പറഞ്ഞ കണ്ണിൽ മാത്രം നമ്മൾ നോക്കുള്ളൂ. അത് എന്നല്ലെങ്കിൽ ഫോക്കസ് നഷ്ടപ്പെടും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യണോണ്ടാണ് ഭഗവാൻ സഹിച്ചിട്ട് ഇദ്ദേഹമൊക്കെ ലെജൻഡാണ്. ഇദ്ദേഹമൊക്കെ നമ്മളെ വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ നമ്മൾ ഇപ്പം നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഒക്ടോബർ 12 ഒരു സമയമുണ്ടല്ലോ, അതിലങ്ങ് ഈ കണക്ഷനും അല്ലെങ്കിൽ ഡീകോഡ് ചെയ്ത് വന്നതും നമ്മളെ ഇവരെയൊക്കെ സേനയിലേക്ക് വരുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തു. പക്ഷെ അങ്ങ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രൈമായി, കാരണം പല ഇൻ്റർവ്യൂവിലും അങ്ങ് പറയാത്തൊരു സാധനം നമ്മുടെ ഉള്ളിലുണ്ടാവും. എന്താ അങ്ങ് പ്രൈമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന എന്താണ് ഭഗവാന്റെ മുന്നിൽ ഡീകോഡ് ഇതാണ് ഈ വരുന്ന 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളൊരു കാര്യം എന്താണ്? അപ്പോൾ ഒരു പ്രവചനം എന്നതിൽ അല്ല ചോദിക്കുന്നത്, അങ്ങനെ അധ്വാനം. നമ്മൾ ഓൾറെഡി പറഞ്ഞോളൂ, ഈ May 1 ഉള്ളിൽ നടക്കണ കാര്യങ്ങൾ പറഞ്ഞു. May 1 ആ സമയത്ത് ഒരു അഗ്നിയാഗം നടക്കണം. അത് കഴിഞ്ഞാൽ ടൈമിന്റെ യാഗമാണ്, കാലം, ടൈം. ആ സമയത്ത് പഴനിയിൽ ഭഗവാന്റെ സിംഹാസനം പ്രതിഷ്ഠിക്കും. അതായത് ഭഗവാൻ വിജയിച്ച് വയ്യാപുരിയിൽ അദ്ദേഹം പാറിച്ചിരിക്കും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നുള്ളത്, അപ്പൊ നടക്കാവുന്ന എല്ലാ സാധനങ്ങളും പറഞ്ഞു. അതായത് നമുക്ക് അഗനിസ്റ്റ് ആയിട്ട് നടക്കണമെന്നും നമ്മൾ തിരിച്ചടിക്കണമെന്നായ സമയങ്ങളാണ് ഇനിയുള്ള സമയങ്ങൾ. അത് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പടയോട്ടവും മുന്നിലേക്കുള്ള പടയോട്ടമാണ്. ആ പടയോട്ടം എന്താ പറയുക, അതിങ്ങനെ തുടർന്നുകൊണ്ട് ഇരിക്കും. അപ്പോൾ ഈ ടൈം എന്നുള്ള യാഗം വരെയാണ് ഭഗവാൻ എനിക്ക് തന്നിട്ടുള്ള ഡയറക്ഷൻ. അത് കഴിഞ്ഞാൽ എന്തുള്ളത് ആ സമയത്ത് അറിയാൻ പറ്റുള്ളൂ. ഇനി ഒരു പൊളിറ്റിക്സിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഇപ്പോൾ അങ്ങ് മുന്നോട്ട് വെച്ച യാഗ സമയങ്ങളിൽ നിന്ന് നമ്മൾ 2012, 2013 നമ്മൾ പറഞ്ഞല്ലോ, 13 മുതലുള്ള 14 മുതലാണ് നമുക്കൊരു പുതിയ ഭരണാധികാരി അല്ലെങ്കിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഭരണം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സിസ്റ്റം നമുക്ക് വന്നത് അല്ലേ. ഒരിക്കലും ഒരു ഡൈല്യൂഷൻ വന്നിട്ടില്ല. മേ ബി കുറച്ച് മെജോറിറ്റി കുറഞ്ഞാലും പക്ഷേ ഗവൺമെൻറ് ഇസ് വെരി സ്ട്രോങ് അല്ലേ. എവിടെയും നമുക്കൊരു ഈവൻ ഡീപ് സ്റ്റേക്കിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, ആൾക്കാരെ ചാക്കിട്ട് പിടിക്കുന്നു, ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടും അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ എവിടെയും ഫീൽ ചെയ്തിട്ടില്ല, ഒരു സാധാരണക്കാരൻ എവിടെയും ഫീൽ ചെയ്തിട്ടില്ല. എന്താണ് ഇനി ഈ ഭരണാധികാരിയുടെ തുടർച്ച അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ, അതോ വേറെന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് ഈ എനർജി എടുക്കാൻ പറ്റുന്ന ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളൊക്കെ ഇന്ത്യ ഭരിക്കാൻ പറ്റുള്ളൂ. എനർജി റിസീവ് ചെയ്ത്
മുന്നോട്ട് പോകാവുന്ന സ്പിരിച്വൽ ആൾക്ക് മാത്രമേ ഇനി ഇന്ത്യ ഭരിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഈ യുഗത്തിൽ. അത് ഞാൻ ഇന്ന പാർട്ടി എന്നൊന്നും പറയുന്നില്ല, പക്ഷെ അവർ സ്പിരിച്വൽ ആവണം, ഈ എനർജി സ്വീകരിക്കാൻ പറ്റണ ഒരാളാവണം. ആൾ മാത്രമേ ഇനി അങ്ങനത്തെ ആൾക്കാരെ ഇന്ത്യ ഭരിക്കുള്ളൂ. ഇന്ത്യ എന്തായാലും വിജയിക്കും, പക്ഷെ ആ പൊസിഷൻ അങ്ങനത്തെ ആൾക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണത്. അത് ക്ലിയറാണ്. പോകാൻ സഹായിച്ച്. ഇത്രയും പറഞ്ഞ് നമുക്ക് നിർത്താം. ബാക്കി അടുത്ത ഭാഗത്തിലേക്ക്, അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് ബാക്കിയുള്ളത് പറയാം. ഒരു വളരെ റിലവൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഇത് അടുത്ത എപ്പിസോഡിലേക്ക് എടുക്കാം. അത് സന്തോഷം. ഹംസരണ വായ നോക്കാം.